ഹേ ഗൈസ്, അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന മൂവി 2025 ഇപ്പോൾ റീസെന്റ് ആയിട്ട് പുറത്തിറങ്ങിയ ഒരു ആക്ഷൻ ഫാന്റസി ഹൊറർ ത്രില്ലർ മൂവി ആയിട്ടുള്ള ഹോളി നൈറ്റ് ഡീമൺ ഹണ്ടേഴ്സ് എന്ന് പറഞ്ഞൊരു മൂവിയാണ് നമ്മളിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഇത് ആരുടെ മൂവിയാണ് എന്താണെന്നൊന്നും ഞാൻ ഇനി പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ നമ്മുടെ ഡോൺലിയുടെ സിനിമ ഈ ഒരു ചാനൽ നിങ്ങൾക്ക് കാണാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ ആദ്യം മുതൽ അവസാനം വരെയും സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. എന്തായാലും ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സിനിമയാണെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാം. അതുകൊണ്ട് അധികം സംസാരിക്കാതെ നമുക്ക് എന്തായാലും നേരെ സ്റ്റോറിയിലേക്ക് പോകാം. അതിനു മുന്നേ നിങ്ങൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിലും മറക്കാതെ ഇന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. അതേപോലെ തന്നെ അടുത്തുള്ള ആ ഒരു ബെല്ലൈക്കണം എനേബിൾ ചെയ്ത് വെച്ചേക്കുക. അപ്പൊ ഇനി നമുക്ക് എന്തായാലും നേരെ സ്റ്റോറിയിലേക്ക് പോകാം. അപ്പൊ ഈ ഒരു സ്റ്റോറിയുടെ തുടക്കത്തിൽ നമ്മുടെ ഈ മൂവിയിലെ ഹീറോയിനായിട്ടുള്ള ജിയാനെയാണ് കാണിക്കുന്നത്. ജിയാൻ ആണെങ്കിൽ ഒരു മാനസികാരോഗ്യ കേന്ദ്രത്തിൽ വർക്ക് ചെയ്യുന്ന ഒരു ഡോക്ടറാണ്. ഇപ്പോ ഹീറോയിൻ ഒരു ക്യാമറയുടെ മുന്നിലിരുന്നിട്ട് എന്റെ പേര് ജിയാൻ എന്നാണ്, എനിക്കൊരു സഹോദരിയുണ്ട് വോൺജോ. ഏകദേശം ഒരു 5 വർഷങ്ങൾക്ക് മുന്നേ എന്റെ അമ്മ ഒരു അസുഖം കാരണം മരണപ്പെട്ടുപോയി. അതുപോലെ അമ്മയുടെ മരണത്തിന് ശേഷം എന്റെ സഹോദരിക്ക് അത് താങ്ങാൻ കഴിയാതെ അവൾ മാനസികമായിട്ടും ഒരുപാട് തളർന്നുപോയി. ഇപ്പൊ എന്റെ സഹോദരി ഈ ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിട്ട് ഏകദേശം 34 ദിവസമായി. ഇപ്പൊ എന്തായാലും ഞാൻ അവളെ ടെസ്റ്റ് ചെയ്ത് നോക്കാൻ പോവാണ് എന്ന് പറഞ്ഞിട്ട് ആ ഒരു വീഡിയോ അവിടെ വെച്ച് കട്ടാവുന്നതും അങ്ങനെ അതും പറഞ്ഞിട്ട് ആ ഒരു സഹോദരിയെ ഈ ഒരു സ്കാനറിന്റെ ഉള്ളിലേക്ക് വിടുന്നതും പെട്ടെന്ന് ആ ഒരു റൂമിനകത്തുള്ള ലൈറ്റുകളുണ്ടല്ലോ അതെല്ലാം അണയാൻ ശ്രമിക്കുന്നത് പോലെ. അതുമല്ല കുറച്ച് കഴിയുമ്പോൾ തന്നെ ആ ഒരു സഹോദരി അവിടെ കാണുന്നില്ല. അവിടെയുള്ള മറ്റ് നേഴ്സുമാർ ഓടി വന്നിട്ട് എന്താണെന്ന് ഇങ്ങനെ നോക്കാണ്. കാണിക്കുമ്പോഴത്തേക്കും കണ്ണുകൊണ്ട് പോലും കാണാൻ കഴിയാത്ത എന്തോ ഒരു ശക്തി ഇവരെ എല്ലാവരെയും ഉപദ്രവിക്കുന്നത് പോലെ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. ഇപ്പൊ അത് കഴിഞ്ഞ് പെട്ടെന്ന് ആ ഒരു മുറിയിലെ ലൈറ്റ് ഓഫ് ആയിട്ട് വീണ്ടും ഓൺ ആകുമ്പോഴത്തേക്കും കാണാതായിട്ടുള്ള ആ ഒരു സഹോദരി ഉണ്ടല്ലോ അവൾ ഇവരുടെ മുന്നിൽ വന്നിങ്ങനെ നിൽക്കാണ്. അപ്പൊ ഇതിലൂടെ തന്നെ നമുക്ക് മനസ്സിലായി ഹീറോയും പറഞ്ഞതുപോലെ അവളുടെ സഹോദരിക്ക് ഒരിക്കലും മാനസിക രോഗമല്ല, ഇത് വേറെ എന്തോ ഒരു കാര്യമാണ്. അങ്ങനെ അത് കഴിഞ്ഞ് അടുത്ത സീനിൽ കാണിക്കുമ്പോഴത്തേക്കും ഇപ്പോൾ മറ്റൊരു വീടിനകത്ത് കിമ്മും അതേപോലെ തന്നെ അവന്റെ കൂടൊപ്പം വേറൊരു പെണ്ണും ഇങ്ങനെ ഇരിക്കുകയാണ്. കാണിക്കുമ്പോഴത്തേക്കാണ് അതിനകത്ത് രണ്ടുപേര് കയറി വരുന്നത്. അപ്പൊ അവര് വന്നിട്ട് അല്ല നിങ്ങളുടെ ഓണർ ഇതിനകത്ത് ഇരിപ്പോടെന്ന് ചോദിക്കുമ്പോൾ അതെ അതിനകത്തുണ്ടെന്ന് പറയുന്നതും ഈ ഒരു ഓണർ വേറെ ആരുമല്ല, അതാണ് നമ്മുടെ ഈ മൂവിയിലെ ഹീറോ ആയിട്ടുള്ള ഡോൺലി. ഈ കുട്ടികളെ കറങ്ങുന്ന കസേരയിൽ കയറിയിട്ട് ഇങ്ങനെ കറങ്ങൂല, അതുപോലെ കറങ്ങി ഇങ്ങനെ വരികയാണ്. അങ്ങനെ അകത്തേക്ക് വന്ന ഒരു പോലീസുകാരൻ അതേപോലെ തന്നെ അയാളുടെ കൂടെ വന്ന ഒരാളും വന്നിട്ട് ഇപ്പൊ അയാളുടെ മകളുടെ ഫോട്ടോ എടുത്ത് ഇങ്ങനെ കാണിച്ചു കൊടുത്തിട്ടാണ് പറയുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് എന്റെ മകൾ വല്ലാത്തൊരു മാനസികാവസ്ഥയിലായിരുന്നു. അതിൽ ഇപ്പോൾ 2-3 ദിവസത്തിനുള്ളിൽ അവളെ കാണാതായി. ഒരു 3 പോലീസുകാരെ അവളെ കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞു വിട്ടിരുന്നു. പക്ഷേ അവരെല്ലാവരും കൊടൂരായിട്ടുള്ള ഒരു അവസ്ഥയിലാണ് മരിച്ചുപോയത്. അപ്പൊ ഈ ഒരു കാര്യങ്ങളെല്ലാം പറയുമ്പോഴത്തേക്കും കൂടെ വന്ന ആ ഒരു പോലീസുകാരുണ്ടല്ലോ ആ ഒരു പോലീസുകാരനെ നമ്മുടെ ഹീറോയെ നല്ലതുപോലെ തന്നെ അറിയാം. അപ്പൊ ഇത് കണ്ട നമ്മുടെ ഹീറോ ആയാലും കൂടെ ഇരിക്കുന്ന കിമ്മിനോട് പറയും, ഏയ് എന്താ നോക്കിയിരിക്കുന്നേ, പോയിട്ട് കുടിക്കാൻ എന്തെങ്കിലും എടുത്തിട്ട് വരാൻ പറയുമ്പോൾ അവനാണെങ്കിലും പെട്ടെന്ന് എഴുന്നേറ്റ് അങ്ങ് പോവാണ്. എന്നിട്ടാണ് ഹീറോ വന്ന അയാളുടെ കയ്യിൽ നിന്നും അയാളുടെ മകൾ അവസാനമായിട്ട് എവിടെയാണ് ഉണ്ടായിരുന്നത് അതേപോലെ തന്നെ അവളുടെ ഫോട്ടോ ഇതെല്ലാം വാങ്ങി വെക്കുന്നുണ്ട്. അങ്ങനെ അകത്തേക്ക് പോയിട്ടുള്ള നമ്മുടെ കിമ്മ് കോഫി ആയിട്ട് തിരിച്ചു വരും. അപ്പൊ അവിടേക്ക് വന്ന ആ ഒരു അച്ഛനുണ്ടല്ലോ അയാൾ പെട്ടെന്ന് എഴുന്നേറ്റ് ഈ ഒരു കോഫി എടുക്കാനായിട്ട് വരുമ്പോൾ അത് നമ്മുടെ ഹീറോ എടുത്തങ്ങ് കുടിക്കുകയാണ്. സത്യം പറഞ്ഞാൽ കോഫി എടുത്തോണ്ട് വന്നതേ നമ്മുടെ ഹീറോയ്ക്ക് വേണ്ടിയിട്ട്. അപ്പൊ ഇയാൾ എഴുന്നേൽക്കുന്നത് കാണുമ്പോൾ ഹീറോ ചോദിക്കുന്നുണ്ട്, അല്ല സാർ വെള്ളം എന്തെങ്കിലും വേണോ എന്ന് ചോദിക്കുമ്പോൾ ഇതിലും വലിയ നാണക്കെടി വേറെ ഇല്ലല്ലോ, അപ്പോൾ വെള്ളവും വേണ്ട ഒന്നും വേണ്ട. എന്നിട്ട് ഇവരെ 3 പേരെ നല്ലതുപോലെ ഒന്ന് നോക്കിയിട്ടാണ് അടുത്തിരിക്കുന്ന ആ ഒരു പോലീസുകാരനോട് ചോദിക്കും, സാർ ഇവർ 3 പേര് എന്റെ മകളെ കണ്ടുപിടിച്ച് തരൂ. അപ്പൊ ഇത് കേട്ട ഹീറോ പറയും, സാർ ഇങ്ങനെ ഇരിക്കുന്നെന്നും പറഞ്ഞിട്ട് നോക്കണ്ട, ജോലി എന്തായാലും ഞങ്ങൾ നല്ലതുപോലെ തന്നെ ചെയ്തു തീർക്കും എന്നും പറഞ്ഞ് ഒരു കവർ നിറയെ പണം വാങ്ങുന്നു. അങ്ങനെ ആ ഒരു അച്ഛൻ അവിടെ നിന്ന് പോയതിനു ശേഷം ഈ ഒരു പോലീസുകാരൻ ഇയാളാണ് ഇതുപോലെയുള്ള ക്ലയൻസിനെല്ലാം നമ്മുടെ ഹീറോയ്ക്ക് കൊണ്ടുവന്ന് പരിചയപ്പെടുത്തി കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിന്റെ കമ്മീഷൻ ചോദിക്കുമ്പോൾ ഹീറോ ആ ഒരു കമ്മീഷനായിട്ട് കുറച്ച് പണം എടുത്ത് അയാളുടെ കയ്യിൽ കൊടുക്കുന്നു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയും അവന്റെ ടീമും അവരുടെ ജോലി ചെയ്യണമല്ലോ പണം വാങ്ങി, അതുകൊണ്ട് തന്നെ അയാളുടെ മകളെ അവസാനമായിട്ട് കണ്ട ഒരു ലൊക്കേഷനിലേക്ക് ഇങ്ങനെ പോവാണ്. അങ്ങനെ അതേസമയം ഇപ്പോൾ ഒരു TV ന്യൂസിൽ സാധാരണപ്പെട്ട ആളുകളെല്ലാം ഒരു പ്രത്യേകതര രീതിയിൽ ആരും പോലും അറിയാത്ത കുറച്ച് ആളുകൾ എന്തോ ചടങ്ങിന്റെ ഭാഗമായിട്ട് കൊല്ലുന്നുണ്ടെന്നും അത് തടയാനായിട്ട് പോയിട്ടുള്ള കുറച്ച് പോലീസുകാർ അവരെയും അതുപോലെ തന്നെ അവരെല്ലാവരും കൊന്നു. എന്നിട്ട് ആ ഒരു പോലീസുകാരെ കൊല്ലുന്ന ആ ഒരു വീഡിയോ അവർ ഷൂട്ട് ചെയ്ത് അത് സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് കൂടി ചെയ്തു എന്നുള്ള കാര്യം ന്യൂസിലൂടെ ഇങ്ങനെ പറയുന്നുണ്ട്. കൂടാതെ പ്രശ്നം ഇതല്ല, കഴിഞ്ഞ 1-2 വർഷങ്ങളായിട്ട് സിയോൺ സിറ്റിയിലെ ഡീമൺസിനെതിരായിട്ട് ഈ ഒരു മന്ത്രവാദം കാര്യങ്ങൾ ഇങ്ങനെയുള്ള ഒരുപാട് ചടങ്ങുകൾ ചെയ്യുന്ന ഒരു ടീം ചുറ്റി നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ജനങ്ങൾക്കെല്ലാവർക്കും നല്ല പേടിയുണ്ട്, ഇതിനെതിരെ പോലീസാണ് നടപടി എടുക്കേണ്ടത് എന്നും പറയുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം കണ്ട ഒരു പോലീസ് ഓഫീസർ അടുത്തിരിക്കുന്ന ഒരു ഫാദറിനോട് ചോദിക്കും, ഫാദർ ഇപ്പൊ നിങ്ങൾ ഈ ഒരു കാര്യങ്ങളെല്ലാം കണ്ടല്ലോ, ഇതെല്ലാം കണ്ടിട്ട് നിങ്ങൾ തന്നെ പറ, ഈ ദുഷ്ടശക്തികൾ എന്ന് പറയുന്നത് ഈ ലോകത്തുണ്ടോ? അപ്പൊ ആ ഒരു ഫാദർ പറയും, അതെ, പക്ഷേ ഈ പിശാചുകളുടെ ശക്തിയുള്ള മനുഷ്യരെ നമ്മളെ പോലെയുള്ള സാധാരണ ആളുകൾക്ക് ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. ജനനം കൊണ്ട് ദൈവത്തിന് അനുഗ്രഹം കിട്ടിയ ഒരാൾക്ക് മാത്രമേ അവരോടൊപ്പം പിടിച്ചു നിൽക്കാനായിട്ട് കഴിയത്തുള്ളൂ. അങ്ങനെ ഈ ഒരു കാര്യം പറഞ്ഞു കഴിയുന്നതും നമ്മുടെ ഹീറോയിൻ ടീമും ആ ഒരു പെണ്ണിനെ അവസാനമായിട്ട് കണ്ട ആ ഒരു ലൊക്കേഷൻ ഉണ്ടല്ലോ അവിടേക്ക് വന്ന് കാർ കൊണ്ട് നിർത്തിയിട്ട് വെളിയിലേക്ക് ഇറങ്ങി ആ ഒരു ബിൽഡിങ്ങിന്റെ ചുമരിൽ ഒരു ടോർച്ച് അടിച്ച് നോക്കുമ്പോഴത്തേക്കാണ് ഒരുപാട് മന്ത്രങ്ങളെല്ലാം എഴുതിയിട്ടുണ്ട്. ഇത് കാണുമ്പോൾ തന്നെ ആ ഒരു ടീമിലുള്ള 2 പേര് പറയുന്നുണ്ട്, ഇത് ശപിക്കപ്പെട്ട ഒരു സ്ഥലമാണെന്ന് തോന്നുന്നു. അപ്പോൾ ഹീറോ പറയും, ഒരു കുഴപ്പമില്ല, നമുക്ക് അകത്തേക്ക് പോവാന്നും പറഞ്ഞ് ഇവർ 3 പേരും അകത്തേക്ക് കയറി ചെല്ലുമ്പോഴത്തേക്കും തന്നെ ഈ ഒരു സ്ഥലം മുഴുവനായിട്ടും മദ്യം, മയക്കുമരുന്ന്, കഞ്ചാവ് ഇല്ലാത്ത ഒരു കാര്യങ്ങളും ഇതിനകത്തില്ല. അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നടക്കുന്ന ഒരു സ്ഥലമാണ്. അങ്ങനെ അതിനുള്ളിലൂടെ ഇവർ ഒരുപാട് ദൂരം നടന്നു ചെന്ന്
ഇപ്പൊ ഒരിടത്ത് നിന്ന് ഇങ്ങനെ ഒളിച്ചു നോക്കുമ്പോഴത്തേക്കാണ് ഈ പിശാചിനെ ആരാധിക്കുന്ന ആളുകളുണ്ടല്ലോ, അവരിപ്പോ ഏതൊരു മുറിക്കകത്തേക്ക് പോകുന്നു. കാണിക്കുമ്പോഴത്തേക്കാണ് ഇവർ തിരക്കി വന്ന ആ ഒരു പെണ്ണിനെ അവിടെയുള്ള ഒരു മരത്തടിയുടെ മുകളിലേക്ക് ഇങ്ങനെ വെച്ച് കിടത്തിയിട്ട് അവളെ പിശാചിന് വേണ്ടി ബലി കൊടുക്കാൻ പോവാണ്. അതിനുവേണ്ടിയുള്ള മന്ത്രവാദം കാര്യങ്ങളെല്ലാം ഇവർ ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ ഹീറോ എവിടെയാണെന്ന് കാണിക്കുമ്പോഴത്തേക്കാണ് ഇതിനകത്തേക്ക് കയറി ഒന്ന് ഒറ്റയ്ക്ക് എല്ലാത്തിനും എടുത്ത് ഇടിക്കും. അപ്പോൾ ഡോൺലിയുടെ ഇടി എന്തായാലും നമ്മൾ പറയേണ്ട ആവശ്യമില്ല. അവന്മാർക്ക് പല രീതിയിലുള്ള ആയുധങ്ങളുണ്ടെങ്കിലും ഒരൊറ്റ കൈ മതി, അതുകൊണ്ട് എല്ലാത്തിനും ഇടിച്ച് തെറിപ്പിച്ച് ഓരോന്നിനെയും ഒരു 1.5 കിൻഡൽ ഇടിയാണ് ഇടിക്കുന്നത്. തീർച്ചങ്ങ് പോകുന്നുണ്ട്. അത് കഴിഞ്ഞ് അവസാനം ഒരുത്തിന് ഇടിക്കുമ്പോഴത്തേക്കും അവൻ അവിടെയുള്ള ഡോറും ഇടിച്ച് തുറന്ന് അവനകത്തേക്ക് വന്ന് വീഴുമ്പോഴത്തേക്കും ആ ഒരു മുറിയിലാണ് ഈ ഒരു ചടങ്ങും കാര്യങ്ങളും നടക്കുന്നത്. ഇപ്പൊ നമ്മുടെ ഹീറോ അകത്തേക്ക് വന്ന് നിൽക്കുമ്പോൾ അതിനകത്തുള്ള എല്ലാവരും കൂടി ചേർന്ന് ഹീറോയെ അറ്റാക്ക് ചെയ്യാനായിട്ട് വരുന്നതും ഹീറോ ഇപ്പൊ ഈ ഒരു സാധാരണ ആളുകളെ ഇടിക്കുമ്പോഴത്തേക്കും വലിയ രീതിയിലൊന്നും സംഭവിക്കുന്നില്ല. അവിടെ അവർ തെറിച്ചു പോകുന്നു, അത്ര മാത്രമേ ഉള്ളൂ. പക്ഷേ ഇതുപോലെ ഈ ഒരു ദുഷ്ടശക്തി ആരാധിക്കുന്നവരുണ്ടല്ലോ, അതിന്റെ പവർ എല്ലാം വയ്ക്കുന്നവര് അവരെ ഇടിക്കുമ്പോഴത്തേക്കും നല്ല രീതിയിൽ ഈ തീ അവരുടെ ദേഹത്ത് പിടിക്കുന്നുണ്ട്. അപ്പൊ ഇതിലൂടെ തന്നെ നമുക്കൊരു കാര്യം മനസ്സിലായി, നമ്മുടെ ഹീറോയ്ക്കും കുറച്ച് സൂപ്പർ പവറുകളുണ്ട്. അപ്പൊ ആ ഒരു ഫാദർ പറഞ്ഞതുപോലെ ദൈവത്തിന്റെ ആ ഒരു അനുഗ്രഹം കിട്ടിയത് നമ്മുടെ ഹീറോയ്ക്കായിരിക്കാം. അതുകൊണ്ട് തന്നെ ഹീറോ ഓരോന്നിനായിട്ട് ഇടിക്കുമ്പോഴത്തേക്കും ആ ഒരു പോലീസുകാരൻ സംസാരിച്ചുകൊണ്ടിരുന്ന ഈ ഒരു ടിവിയിൽ കാണിച്ച പോലീസുകാരെല്ലാം കൊല്ലുന്ന കുറച്ച് ടീമുകളുണ്ടല്ലോ, അതേ ആളുകൾ തന്നെയാണ് ഇവര്. അങ്ങനെ ഹീറോ ഇവിടെ ഓരോരുത്തരായിട്ട് ഇങ്ങനെ ഇടിക്കുമ്പോഴത്തേക്കും ഇവരുടെ കൂടുതലുള്ള ഒരു പെണ്ണുണ്ടല്ലോ, അവളുടെ പേര് ഞാൻ പറഞ്ഞില്ലല്ലേ, ഓക്കെ, അവളെ എന്തായാലും നമുക്ക് സാറാന്ന് വിളിക്കാം. ഇപ്പൊ സാറ് നേരെ ആ ഒരു പെണ്ണിന്റെ അടുത്തേക്ക് ചെന്നിട്ട് അവളുടെ ഉള്ളിലുള്ള ആ ഒരു പിശാചിനെ വെളിയിലേക്ക് എടുക്കാനായിട്ട് ശ്രമിക്കുകയാണ്. ഒരുപാട് മന്ത്രങ്ങളെല്ലാം പറഞ്ഞ് അവളുടെ തലയിൽ കൈ വെച്ചിട്ട് അങ്ങനെ ഇവൾ ഈ ഒരു കാര്യം ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ കിം എവിടെയാണെന്ന് വെച്ചാൽ അവൻ ഇവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും അങ്ങനെ ഷൂട്ട് ചെയ്യാണ്. അതാണ് അവന്റെ ജോലി. അവന് പ്രത്യേകം വേറെ പവറൊന്നുമില്ല. നമ്മുടെ സാറ ഒരു മന്ത്രവാദിനിയാണ്, ഹീറോ ഇതുപോലെ സൂപ്പർ പവർ ഉള്ള ഒരാളും. അപ്പൊ ഈ ഒരു കാര്യങ്ങളെല്ലാം വീഡിയോ എടുക്കുന്നതാണ് നമ്മുടെ കിമ്മിന്റെ ജോലി. അപ്പോൾ നമ്മുടെ സാറയാണെങ്കിൽ ഈ മന്ത്രങ്ങളെല്ലാം പറഞ്ഞിട്ട് ഒരു കണ്ണാടി എടുത്ത് അവളുടെ മുഖത്തേക്ക് ഇങ്ങനെ കാണിച്ചു കൊടുക്കുമ്പോഴത്തേക്കും ആ ഒരു പിശാച് ഇപ്പോൾ ഈ ഒരു കണ്ണാടിക്കുള്ളിലേക്ക് കയറി പോവാണ്. അങ്ങനെ ഈ ഒരു ഫൈറ്റും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോ ഇപ്പോൾ കിമ്മിനോട് ചോദിക്കും, ശരി നമുക്ക് പോവാന്ന് ചോദിക്കുമ്പോൾ കിം പറയും, സോറി ബോസ്, എനിക്ക് ചെറിയൊരു മിസ്റ്റേക്ക് വന്നുപോയി. എന്തു പറ്റി? ഇല്ല, നിങ്ങളെയും സാറേനെ ഞാൻ മാറ്റി മാറ്റി വീഡിയോ എടുക്കുന്ന സമയത്ത് എൻഡിങ് കറക്റ്റായിട്ട് എടുക്കാൻ കഴിഞ്ഞില്ല എന്ന് പറയുമ്പോൾ, ആ കൊള്ളാം, ഇനിയിപ്പോൾ ഈ അടിച്ചിട്ടവന്മാരെല്ലാം പിടിച്ച് എഴുന്നേപ്പിച്ചിട്ട് പിന്നെ ഇടിക്കാനാണോ? ഓക്കെ ശരി, എന്തെങ്കിലും ചെയ്യാന്ന് പറഞ്ഞിട്ട് അവിടെയുള്ള ആ ഒരു മരത്തടി ഉണ്ടല്ലോ, അതിൽ തീയിട്ട് നശിപ്പിച്ചിട്ട് ഇപ്പൊ ഇത് എൻഡിങ് ആയിട്ട് എടുത്തോ എന്നിങ്ങനെ പറയാണ്. ഇപ്പൊ അത് കഴിഞ്ഞ് കാണിക്കുന്നത് നമ്മുടെ ഹീറോയിനാണ്. ഹീറോയിൻ ഇപ്പോൾ ഒരു പേഷ്യന്റിനെ കാണാനുണ്ട്. ആ ഒരു പേഷ്യന്റിനെയും കണ്ടിട്ട് അത് കഴിഞ്ഞ് തന്റെ സഹോദരിയുള്ള ആ ഒരു മുറിയിലേക്ക് പോകുന്നു. അങ്ങനെ പോകുമ്പോഴത്തേക്കാണ് ആ ഒരു ഫാദർ ഉണ്ടല്ലോ, അയാളുടെ പേര് ജോയി എന്നാണ്. അയാൾ നമ്മുടെ ഹീറോയിനെ ഇങ്ങനെ കാണുന്നുണ്ട്. പക്ഷെ എന്തുകൊണ്ടാണ് ഇയാൾ ഇങ്ങനെ ഹീറോയിനെ നോക്കുന്നതെന്ന് നമുക്ക് ഇപ്പോഴും അറിയത്തില്ല. അങ്ങനെ ഹീറോയിനായാലും തന്റെ സഹോദരിയുടെ ആ ഒരു മുറിയിലേക്ക് വന്ന് നോക്കുമ്പോഴത്തേക്കാണ് അവളെ ആ ഒരു കട്ടിൽ നിന്ന് അനങ്ങാൻ പറ്റാത്ത രീതിയിൽ 2 കൈയും കെട്ടി ഇങ്ങനെ വെച്ചേക്കാണ്. പക്ഷെ ആ ഒരു സഹോദരിയാണെങ്കിലോ അവളുടെ ശരീരത്ത് ആ ഒരു പിശാച് കയറി അവൾ മുകളിലേക്ക് ഇങ്ങനെ ദേഷിച്ച് നോക്കി നിൽക്കുന്നു. അപ്പൊ ഇത് കണ്ട് സഹിക്കാൻ കഴിയാതെ ഹീറോയിൻ നേരെ അവളുടെ റൂമിലേക്ക് വന്നിട്ട് എന്തായാലും അവളുടെ സഹോദരിക്ക് മാനസികമായിട്ടുള്ള ആ ഒരു ബുദ്ധിമുട്ടല്ല, ഇതേതൊരു പിശാച് കയറിയതാണെന്ന് അവൾക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ഈ ഒരു പിശാചിനെ ഒഴിപ്പിക്കുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന് അവൾ ഓൺലൈനിൽ ഇങ്ങനെ സെർച്ച് ചെയ്ത് നോക്കുമ്പോഴത്തേക്കാണ് അതിൽ നമ്മുടെ ഹീറോയുടെ ആ ഒരു ടീമുണ്ടല്ലോ, അവരെയാണ് ആദ്യം തന്നെ കാണിക്കുന്നത്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് വീണ്ടും ഇവിടെ നമ്മുടെ ഹീറോയെ കാണിക്കുമ്പോൾ ഹീറോ ഇപ്പോൾ ഒരു ഓർഫനേജിലേക്ക് വിളിക്കുകയാണ്. എന്നിട്ട് അവിടുത്തെ ആ ഒരു മദറിനോട് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. ഞാൻ അയച്ച ആ ഒരു പണം കിട്ടിയെന്ന് ചോദിക്കുമ്പോൾ, അതെ, നീ അയച്ച പണം എല്ലാം കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. ഇതെന്തിനു വേണ്ടിയിട്ടാണെന്ന് അറിയാലോ, നമ്മളൊരു ഓർഫനേജ് ഇപ്പോൾ കെട്ടിക്കൊണ്ടിരിക്കുകയാണ്, അത് പെട്ടെന്ന് തന്നെ പൂർത്തിയാവും എന്നുള്ള കാര്യങ്ങളെല്ലാം ഇവർ രണ്ടുപേരും സംസാരിക്കുമ്പോൾ നമ്മുടെ ഹീറോ നല്ല കാര്യം ചെയ്യുന്നുണ്ട്. അപ്പോഴേക്കാണ് കിമ്മും സാറേ അവിടേക്ക് വന്നിട്ട്, ബോസ് ദേ ഈ ഒരു കാര്യം കണ്ടോ, നമ്മൾ ഇന്നലെ എടുത്ത ആ ഒരു വീഡിയോ എല്ലാം കറക്റ്റായിട്ട് ചെയ്തു. അതിലേ അവിടെ വെച്ച് നമ്മൾ അടിച്ച എല്ലാവരുടെയും ചെവിയുടെ പുറകിലായിട്ട് ദേ ഇതുപോലൊരു ടാറ്റു ഉണ്ട്. അപ്പോഴാണ് ഇത് കണ്ട് നമ്മുടെ സാറ് പറയുന്നത്, ഞാൻ ഇത്രയും കാലമായിട്ട് ഒരുപാട് പിശാചുകളെ ഒഴിപ്പിച്ചിട്ടുണ്ട്, പക്ഷെ ഇന്നലെ ഞാൻ ഒഴിപ്പിക്കാൻ ശ്രമിച്ച ആ ഒരു പിശാചി സാധാരണ പോലെയല്ല, കുറച്ചധികം ശക്തിയുള്ളതുപോലെ എനിക്ക് ഫീൽ ആയിട്ടുണ്ട്. അപ്പോൾ കിമ്മു പറയും, ബോസ് അത് മാത്രമല്ല, നമ്മൾ ഇന്നലെ ഇല്ലാണ്ടാക്കിയ ആ ഒരു ടീമില്ലേ, അത് ഒരു ഗ്രൂപ്പ് മാത്രമല്ല, അവരെ പോലെ തന്നെ ഒരുപാട് ഗ്രൂപ്പുകളുണ്ട്. ഇതിന് മുന്നേ നമ്മൾ ഒഴിപ്പിക്കാൻ പോയിട്ടുള്ള ആ ഒരു സ്ഥലത്തും ഈ ഒരു ഗ്രൂപ്പ് തന്നെയായിരുന്നു. അതുകൊണ്ട് നമുക്ക് എന്തായാലും അവരെ കണ്ടുപിടിച്ച് ഇല്ലാണ്ടാക്കിയേ പറ്റൂ എന്നും പറഞ്ഞിട്ട് ഇവർ 3 പേര് ഇപ്പോൾ അവരുടെ ഓഫീസിനുള്ളിലേക്ക് വരുമ്പോഴത്തേക്ക് നമ്മുടെ ഹീറോയിനകത്തേക്ക് വരുന്നു. ഇത് കണ്ട് എല്ലാവരും പേടിച്ചു പോകും. പ്രേതത്തിനെ ഒഴിപ്പിക്കാൻ പോകുന്നവരാണ്, പേടിയണ്ട. അപ്പോൾ ഹീറോ, എന്റെ പൊന്നു ചേച്ചി നിങ്ങൾ ആരാണ്, പറയാതെയൊക്കെ ഇങ്ങനെ പെട്ടെന്ന് വന്നു കഴിഞ്ഞാൽ പേടിച്ചു പോകത്തില്ലേ? ഓക്കെ, നിങ്ങൾ എന്താ വന്നതെന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഹീറോയിൻ ചോദിക്കും, അല്ല ഇത് ആരാ ഇവിടുത്തെ ഓണർ എന്ന് ചോദിക്കുമ്പോൾ, അത് ഞാൻ തന്നെയാണ്, കാര്യം പറയുമ്പോൾ എന്റെ സഹോദരിക്ക് ഒട്ടും വയ്യ, ഞാൻ പല രീതിയിൽ അവളെ ചികിത്സിക്കാൻ ശ്രമിച്ചു, പക്ഷെ എന്നെ കൊണ്ട് കഴിയുന്നില്ല, അതുകൊണ്ടാണ് നിങ്ങളുടെ സഹായം തേടി വന്നത് എന്നിങ്ങനെ പറയുമ്പോൾ നമ്മുടെ ഹീറോ ചോദിക്കും, അല്ല നിന്നെ അയച്ചത് ആ ഒരു പോലീസുകാരനാണോ? അപ്പോൾ ഹീറോയും മറുപടി ഒന്നും പറയുന്നില്ല. അപ്പോൾ ഹീറോ ചോദിക്കും, ഓ ആ ഒരു ഫാദർ ജോ, അയാളായിരിക്കും നിന്നെ അയച്ചത്. അതേന്ന് ഇങ്ങനെ പറയുമ്പോൾ തന്നെ ഹീറോ പറയും, സോറി മാഡം, എന്തായാലും എന്നെ കൊണ്ട് നിങ്ങളെ സഹായിക്കാൻ കഴിയത്തില്ല, ജോ അയക്കുന്ന ആരെയും ഞാൻ ഒരിക്കലും സഹായിക്കത്തില്ല, അതുകൊണ്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പോയെന്നായിരിക്കും നല്ലത്. അതുപോലെ നിങ്ങളുടെ സഹോദരിക്ക് വയ്യാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും മാനസികാരോഗ്യ കേന്ദ്രത്തിലെ ഡോക്ടറെ പോയി കാണിക്കാൻ പറയുമ്പോൾ, ഹേയ് ഞാനൊരു ഡോക്ടറാണ്, മറ്റുള്ളവരോടുള്ള ആ ഒരു ദേഷ്യം മാറ്റി വെച്ചിട്ട് എന്നെ ഈ ഒരു കാര്യത്തിൽ നിങ്ങൾ സഹായിച്ചേ പറ്റൂ, അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിനക്ക് ആവശ്യമുള്ള പണം ഞാൻ തരാം, ദാ അഡ്വാൻസ് ആയിട്ട് ഇത്രയും പണം വെച്ചോ എന്ന് പറഞ്ഞ് പണം കൊടുക്കുമ്പോൾ എത്ര പറഞ്ഞിട്ട് ഹീറോ ആ ഒരു കാര്യം മാത്രം ചെയ്യുന്നില്ല. അപ്പോൾ ഹീറോയിൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ സാറുടെ കയ്യിൽ ഒരു വിസിറ്റിംഗ് കാർഡും
അവളുടെ സഹോദരിക്ക് പറ്റിയ ആ ഒരു കാര്യങ്ങളെല്ലാം വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. അതും എടുത്ത് കൊടുത്തിട്ട് നിങ്ങൾക്ക് വിളിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഹീറോയിൻ അവിടെ നിന്ന് ഇറങ്ങി പോവാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഹീറോയിൻ അവളുടെ ആ ഒരു ഓഫീസിലേക്ക് വന്നിട്ട് അവളുടെ സഹോദരിയായിട്ട് എടുത്ത ആ ഒരു വീഡിയോസ് എല്ലാം എടുത്തതിനെ കണ്ട് നല്ലതുപോലെ വിഷമിക്കുന്നുണ്ട്. എന്നിട്ട് CCTV വഴി അവളുടെ റൂമിൽ നോക്കുമ്പോഴത്തേക്കാണ് ആ ഒരു സഹോദരി ഇപ്പോൾ റൂമിൽ കാണാനില്ല. ഷെടാ എന്തു പറ്റിയെന്ന് പറഞ്ഞിട്ട് അവള് പെട്ടെന്ന് ഓടി വന്ന ആ ഒരു മുറി തുറന്ന് അകത്തേക്ക് നോക്കുമ്പോൾ അവിടെയും അവളുടെ സഹോദരിയെ കാണുന്നില്ല. അങ്ങനെ ആ ഒരു റൂമിൽ എന്ത് സംഭവിച്ചെന്ന് പറഞ്ഞിങ്ങനെ നിൽക്കുമ്പോഴത്തേക്കാണ് റൂമിന് വെളിയിലായിട്ട് അവളുടെ സഹോദരി ഇങ്ങനെ നിൽക്കുന്നു. പെട്ടെന്ന് തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്ക് അവൾ അവിടെ കാണുന്നില്ല. ഷെടാ ഇതെന്തെന്നും പറഞ്ഞിട്ട് മുന്നിലേക്ക് നോക്കുമ്പോഴത്തേക്ക് ആ ഒരു ബെഡിൽ തന്നെ അവളുടെ കിടപ്പുണ്ട്. ഇനിയിപ്പോ തനിക്ക് അത് തോന്നുന്ന കാര്യങ്ങളായിരിക്കാം എന്ന് ഹീറോയിൻ സ്വയം വിചാരിച്ചിട്ട് ഇപ്പൊ അടുത്ത ദിവസം കാണിക്കുമ്പോഴത്തേക്കും ഹീറോയിൻ നേരെ ആ ഒരു ഫാദറിനെ കാണാനായിട്ട് ചെല്ലാണ്. എന്നിട്ട് ഹീറോ പറഞ്ഞ ആ ഒരു കാര്യങ്ങളെല്ലാം പറയുമ്പോൾ ഈ ഒരു ഫാദർ പറയും, സത്യം പറയാലോ എനിക്ക് ഒരു പ്രേതം പിശാച് ഇതിനൊന്നും ഒഴിപ്പിക്കാനായിട്ട് വലിയ രീതിയിൽ അറിയത്തില്ല. വേണമെന്നുണ്ടെങ്കിൽ നിനക്ക് വേണ്ടി ഞാൻ അവനോട് സംസാരിക്കാമെന്നും പറഞ്ഞ് ഫാദർ അവിടെ നിന്ന് പോകുന്നു. ഇപ്പൊ ഇവിടെ നമ്മുടെ ഹീറോയെ കാണിക്കുമ്പോഴത്തേക്കും ഇവർക്ക് സാലറി കൊടുക്കുന്ന ഒരു ദിവസമായി. നമ്മുടെ കിമ്മിനും സാറയ്ക്കും ഹീറോ കൊണ്ടുവന്ന് സാലറി കൊടുക്കാണ്. അപ്പോഴേക്കാണ് നമ്മുടെ കിം പറയുന്നത്, അല്ല എന്റെ കവറിന് എന്താ കനം കുറവ്, അവളുടെ കവറിന് കനം കൂടുതൽ, അതെന്താ അങ്ങനെ ചോദിക്കുമ്പോൾ ഹീറോ പറയും, മോനെ അത് വേറെ ഒന്നുമല്ല, നീ എടുക്കുന്നത് വെറും വീഡിയോ മാത്രമാണ്. പക്ഷെ അവളാണെങ്കിലോ പ്രേതങ്ങൾ ഒഴിപ്പിക്കുന്നുണ്ട്, അവൾക്കൊരു സൂപ്പർ നാച്ചുറൽ പവർ ഉണ്ട്. അതുകൊണ്ടാണ് ഇതെല്ലാം ഇങ്ങനെ പറയുമ്പോഴത്തേക്കും കിം പറയും, ഓ അങ്ങനെയാണല്ലേ, ശരി അടുത്ത തവണ എനിക്ക് സാലറി കൂട്ടി തന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ജോലിക്ക് വരത്തില്ല എന്ന് പറയുമ്പോൾ വേറണ്ട ഹേ ബോസ് അങ്ങനെയൊന്നും പറഞ്ഞുകൂടെ, ഞാൻ വെറുതെ പറഞ്ഞതാണ്, എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങ് കാര്യമായിട്ട് എടുക്കും എന്നെല്ലാം പറഞ്ഞിരിക്കുമ്പോൾ ഈ ഒരു ഫാദർ ഹീറോയെ കാണാനായിട്ട് വരുന്നു. ഈ ഒരു ഫാദറിനെ കാണുമ്പോൾ തന്നെ നമ്മുടെ ഹീറോയ്ക്ക് നല്ല ദേഷ്യമുണ്ട്. അപ്പൊ ആ ഒരു ഫാദർ പറയും, എനിക്കറിയാം നിനക്ക് എന്നോട് നല്ല ദേഷ്യമുണ്ടെന്ന്. അന്നത്തെ ആ ഒരു സംഭവം കാരണം ആ ഒരു ഓർഫണേജിലെ കുട്ടികളും അതേപോലെ തന്നെ അവിടുത്തെ നൺസും അവരെല്ലാവരും മരിച്ചുപോയി. ഇതെല്ലാം ചെയ്യാൻ കാരണം ആ ഒരു ടോം ആണെന്ന് നീ വിശ്വസിക്കുന്നു. പക്ഷേ ടോം അങ്ങനെ ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. ഇപ്പൊ എന്തൊക്കെയായാലും ടോം മരിച്ചുപോയി, അതാണ് സത്യം. അതുകൊണ്ട് ഞാനിപ്പോ വന്നിരിക്കുന്ന ഒരു സഹായം ചോദിക്കാനാണ്. ഹീറോയിന്റെ സഹോദരിയെ ഇതുപോലെ നീ പോയി കാണണം, എനിക്ക് വേണ്ടി നീ അത് ചെയ്യുമെന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഹീറോ പറയും, ഓ അപ്പൊ ഇത്രയൊക്കെ സംഭവിച്ചിട്ടും ആ ഒരു ടോം അതെല്ലാം ചെയ്തിട്ടും സഭയിൽ വെച്ച് നിങ്ങൾ എന്താ പറഞ്ഞേ അവനൊന്നും ചെയ്തില്ല എന്നാണ്. അപ്പൊ ആ ഒരു ഫാദർ പറയും, അന്ന് ഞാൻ അങ്ങനെയെല്ലാം പറഞ്ഞു, ഇന്ന് ഞാൻ അത് ഓർത്ത് എപ്പോഴും പശ്ചാത്തപിക്കും, ഞാൻ ചെയ്തത് എത്ര വലിയ തെറ്റാണെന്ന് എനിക്കറിയാം, അതിനുവേണ്ടി ദൈവത്തിനോട് ഞാൻ ക്ഷമ ചോദിക്കുന്നെന്ന് പറയുമ്പോൾ ഹീറോ പറയും, എന്ത് അങ്ങനെ ക്ഷമ ചോദിച്ചാൽ മാത്രം ഇപ്പൊ മരിച്ചുപോയ കുട്ടികളും ബാക്കി എല്ലാവരും തിരിച്ചു വരുമെന്നാണോ? ഒരാളെ തെറ്റ് ചെയ്യുമ്പോൾ അവനെ സഹായിക്കുന്നവനും അവനൊപ്പം സമമാണ്, അതുകൊണ്ട് ഞാൻ നിങ്ങളോട് ക്ഷമിക്കത്തില്ല, ആ ഒരു പെണ്ണിന് വേണ്ടി സഹായം ചെയ്തില്ല എന്ന് പറഞ്ഞ് അയാൾ അവിടെ നിന്നും പറഞ്ഞു വിടുന്നു. അങ്ങനെ അയാളോട് എന്തായാലും ഹീറോ സമ്മതിക്കാതെ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുമ്പോൾ ഇവര് രണ്ടുപേരും എന്തിനെ പറ്റിയാണ് പറയുന്നതെന്ന് ഇനി മുന്നോട്ട് പോകുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാക്കാം. ഇവിടെ ആശുപത്രിയിൽ കാണിക്കുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോയിൻ ഉണ്ടല്ലോ, അവളുടെ സഹോദരിയുടെ അവസ്ഥ വളരെ മോശമായിക്കൊണ്ടിരിക്കുകയാണ്. ഹീറോ ആണെങ്കിലോ ആ ഒരു ഫാദറിനോടുള്ള ദേഷ്യം കാരണം ബോക്സിങ്ങിനെ ചെയ്യുന്നു. അപ്പോഴേക്കാണ് നമ്മുടെ സാറയുടെ അടുത്തേക്ക് ഒരു ലേഡി വന്നിട്ട് സാറയുടെ ഒരു കാര്യം പറയുന്നുണ്ട്, നിങ്ങൾ എന്നെ സഹായിച്ചില്ലായിരുന്നെങ്കിൽ എന്റെ മകന്റെ ശരീരം പോലും എനിക്ക് കിട്ടത്തില്ലായിരുന്നു, അതുകൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് നന്ദിയുണ്ട് എന്നെല്ലാം പറഞ്ഞ് അവരവിടെ നിന്ന് പോകുമ്പോൾ ഇപ്പൊ നമ്മുടെ സാർ അവിടെ നിന്ന് എഴുന്നേറ്റ് നേരെ കിമ്മിന്റെ അടുത്തേക്ക് വന്നിട്ട് അവനോട് പറയുന്നുണ്ട്, നിനക്ക് ഓർമ്മയുണ്ടോ ഒരു 7 വർഷങ്ങൾക്ക് മുന്നേ നമ്മളും ആ ഒരു സാത്താൻ ഗ്രൂപ്പിന്റെ ആളുകളായിരുന്നു, പക്ഷെ അന്ന് നമ്മൾ ഒരിക്കലും നമ്മുടെ കൺട്രോളിലല്ലായിരുന്നു. നിന്നെ രക്ഷിക്കാമെന്ന നമ്മുടെ ബോസാണ് നമ്മുടെ രണ്ടുപേരുടെ ഉള്ളിലെ ആ ഒരു ദുഷ്ടശക്തി ഇല്ലാണ്ടാക്കി നമ്മളെ രക്ഷിച്ചത്. അന്ന് അദ്ദേഹം നമ്മളെ സഹായിച്ചില്ലായിരുന്നെങ്കിൽ നമ്മൾ ഇപ്പോഴും മോശപ്പെട്ട ആളുകളായിട്ട് തന്നെ ജീവിക്കുമായിരുന്നു. അതുപോലെ തന്നെയാണ് ഹീറോയിൻ, അവളുടെ സഹോദരിക്കും ഒരു സഹായം ആവശ്യമാണ്, അതുകൊണ്ട് നമുക്കെങ്കിലും അവളെ സഹായിക്കാനായിട്ട് ശ്രമിക്കാം. അവൾ എന്റെ കയ്യിൽ തന്ന ആ ഒരു പെൻഡ്രൈവ് എന്റെ കയ്യിലുണ്ട്, അത് നമുക്ക് പ്ലേ ചെയ്ത് നോക്കാമെന്നും പറഞ്ഞ് ഇവർ രണ്ടുപേരും ആ ഒരു വീഡിയോ പ്ലേ ചെയ്ത് ഇങ്ങനെ നോക്കാണ്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ഹീറോയിൻ ഈ ഒരു കാര്യങ്ങൾ വീഡിയോ റെക്കോർഡ് ചെയ്ത് ഇങ്ങനെ പറയുന്നുണ്ടല്ലോ, അതെല്ലാം പറഞ്ഞിട്ട് മറ്റൊരു കാര്യം ഇതിലൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഇവളുടെ സഹോദരിക്ക് ഇതുപോലെ ഒരു മാറ്റം സംഭവിച്ചതിന് ശേഷം വീട് മുഴുവനായിട്ട് ഇവർ ക്യാമറ വെച്ചിരുന്നു, കാരണം അവളുടെ സഹോദരി എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്ന് അറിയാൻ വേണ്ടി. അങ്ങനെ ഒരു ദിവസം അവൾ ഡാൻസ് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഞാൻ അവൾക്ക് കുടിക്കാനായിട്ട് കോഫി കൊണ്ട് കൊടുത്തിരുന്നു. പെട്ടെന്നാണ് അവൾ അത് തട്ടിക്കളഞ്ഞ്. ആദ്യം ദേഷ്യത്തിലായിരുന്നു ഉണ്ടായിരുന്നത്, പിന്നീട് ഒരു ഭ്രാന്തിയെ പോലെ ഇങ്ങനെ ചിരിച്ചിട്ട്, ചേച്ചി ഇന്ന് ഞാൻ എങ്ങനെയുണ്ട് ഇങ്ങനെ വിചിത്രമായിട്ട് പെരുമാറുമായിരുന്നു. അതേപോലെ തന്നെ മറ്റൊരു ദിവസം ഒരു ഡെലിവറി ബോയ് പാഴ്സൽ കൊണ്ട് വീടിന് വെളിയിൽ വെക്കുമ്പോൾ വീടിനുള്ളിലെ എന്തോ ഒരു വെളിച്ചം വീട് മുഴുവനായിട്ട് ഇങ്ങനെ പാസ് ചെയ്ത് പോകുന്നത് പോലെ. അതേപോലെ തന്നെ പെട്ടെന്ന് ക്യാമറയുടെ മുന്നിലായിട്ട് അവൾ തല കീഴായിട്ട് നിന്നു. അതുപോലെ അവളുടെ റൂമിൽ അവൾ ഉറങ്ങിക്കിടക്കുമ്പോൾ അവളുടെ മുന്നിൽ ആരുമില്ല, പക്ഷെ അവൾ ഇട്ടിരിക്കുന്ന ആ ഒരു ബെഡ്ഷീറ്റ് അത് തനിയെ താഴേക്ക് വീഴുന്നു. അത് കഴിഞ്ഞ് എന്ത് സംഭവിച്ചെന്ന് അറിയത്തില്ല, പെട്ടെന്ന് അവൾ ചാടി എഴുന്നേറ്റ് കുറെ കഴിഞ്ഞിട്ട് ഉറങ്ങിയിരിക്കുന്ന ഹീറോയിന്റെ മുറിയിലേക്ക് അവൾ വരും. അതുപോലെ വീട് മുഴുവനായിട്ട് ക്യാമറ വെച്ചതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യങ്ങളെല്ലാം കാണാൻ കഴിയാലോ. കുറെ നേരം ഹീറോയിനെ അവിടെ നിന്ന് നോക്കിയിട്ട് ഇപ്പോൾ ഹീറോയിൻ കണ്ണു തുറന്ന് താഴേക്ക് പോയി. അത് കഴിഞ്ഞ് മുകളിലേക്ക് ഇങ്ങനെ കയറി പോകുമ്പോഴത്തേക്കും ആ ഒരു ജനാലയുടെ വശത്ത് അവളുടെ സഹോദരിയെ നിൽക്കുന്നു. അങ്ങനെ ഈ ഒരു കാര്യങ്ങളൊന്നും അറിയാതെ ഹീറോയിൻ നേരെ അവളുടെ സഹോദരിയുടെ മുറിയിലേക്ക് വന്നിട്ട് റൂം തുറന്ന് നോക്കുമ്പോഴത്തേക്കും അതിനകത്ത് സഹോദരിയെ കാണുന്നില്ല. പെട്ടെന്ന് ആ ഒരു വീട് മുഴുവനായിട്ടും അവൾ അന്വേഷിക്കുന്ന നടക്കാണ്. അതുപോലെ ഇവരുടെ വീട്ടിലെ ക്യാമറ എങ്ങനെയാണെന്ന് വെച്ചാൽ ആരെങ്കിലും ഒരാൾ നടന്നു പോയി കഴിഞ്ഞാൽ അവരുടെ മുഖം സ്കാൻ ചെയ്ത് അത് സെൻസർ ചെയ്തിട്ട് അവർ പിന്നീട് നടന്നു പോയി കഴിഞ്ഞാൽ അവരെ ഫോക്കസ് ചെയ്ത് ആ ഒരു ക്യാമറ ചാലിക്കും. അപ്പൊ ആദ്യം നമ്മുടെ ഹീറോയിൻ അതിന് മുന്നിലൂടെ നടന്നു പോകുമ്പോഴത്തേക്കും ക്യാമറ ആദ്യം അവളെയാണ് നോക്കുന്നത്. പക്ഷെ അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് ഈ ഒരു ക്യാമറ തിരിഞ്ഞ് റൂമിന്റെ ഒരു മൂലയിലേക്ക് ഇങ്ങനെ കാണിക്കുന്നു.
അതുമല്ല അവിടെ ഒരുപാട് ആളുകൾ ഉള്ളതുപോലെ എല്ലാവരെയും ഫോക്കസ് ചെയ്യാനായിട്ട് ഈ ഒരു ക്യാമറയെ കൊണ്ട് കഴിയുന്നില്ല. അങ്ങനെ ഹീറോയിൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ അവിടെ ആ ഒരു CCTV എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ അതിലും സഹോദരിയെ കണ്ടുപിടിക്കാനായിട്ട് കഴിയുന്നില്ല. അങ്ങനെ അവളുടെ ഫോണിലേക്ക് കോൾ ചെയ്തിട്ട് നടന്ന് ഹാളിലേക്ക് വരുമ്പോഴത്തേക്കാണ് ഇവിടെ നടന്നുപോയ ആ ഒരു വഴിയെ തന്നെ അവളുടെ സഹോദരിയുടെ ഫോൺ കിടപ്പുണ്ട്. അതുമല്ല ആ ഒരു ഫോണിലാണെങ്കിലോ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോ എന്തായാലും അവളെ കാണാനില്ല എന്നും പറഞ്ഞ് ഹീറോയിൻ നേരെ പോലീസിനെ വിളിക്കാനായിട്ട് ഫോൺ എടുത്ത് ഡയൽ ചെയ്ത് പോലീസിനെ വിളിക്കുന്ന സമയത്താണ് പെട്ടെന്ന് എന്തോ കൊണ്ടുവന്നിട്ട് ഈ ചുമരിലടിക്കുന്ന ശബ്ദം ഇങ്ങനെ കേൾക്കുന്നുണ്ട്. അപ്പോൾ ഹീറോയിൻ പെട്ടെന്ന് ഫോൺ കട്ട് ചെയ്തിട്ട് ഓടിച്ചെന്ന് നോക്കുമ്പോഴത്തേക്ക് അവളുടെ സഹോദരി സ്വന്തം തല കൊണ്ടുവന്ന് ആ ഒരു ചുമരിൽ ഒരുപാട് തവണ ഇങ്ങനെ ഇരിക്കുകയാണ്. ഇത് കണ്ട ഹീറോയിൻ ആയാലും ഹേയ് നീ അവിടെ എന്താ ചെയ്യുന്നേ, വാ നമുക്ക് ഉറങ്ങാനായിട്ട് പോവാന്ന് പറഞ്ഞിട്ട് അവളുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ പെട്ടെന്ന് ആ ഒരു മുറിയിലെ ലൈറ്റ് എല്ലാം അങ്ങ് ഓഫ് ആവാണ്. ഹീറോയിൻ ഇപ്പോൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ആ ഒരു ഫോൺ എടുത്ത് നടക്കുന്ന കാര്യങ്ങളെല്ലാം റെക്കോർഡ് ചെയ്യുമ്പോൾ ഈ ഒരു സഹോദരി പതിയെ അങ്ങനെ തിരിഞ്ഞിട്ട് അവളുടെ കയ്യിലാണെങ്കിൽ ഒരു കത്തി ഉണ്ടായിരുന്നു. അതെടുത്ത് പെട്ടെന്ന് അവളുടെ കവളിലേക്ക് ഒരു ഒറ്റക്കുത്ത്. അടുത്തത് വീണ്ടും അവളുടെ ശരീരം വേദനിപ്പിക്കുന്നതിന് മുന്നേ തന്നെ ഹീറോയിൻ അവളെ എങ്ങനെ പിടിച്ച്. ഇപ്പൊ ഈ ഒരു സംഭവത്തിന് ശേഷമാണ് ഹീറോയിൻ അവളുടെ സഹോദരിയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത്. അങ്ങനെ ഇത്രയും കാര്യങ്ങൾ കണ്ടതിന് ശേഷം ഇപ്പോൾ വീണ്ടും നമ്മുടെ ഹീറോ വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് TV ന്യൂസിൽ സിയോൾ സിറ്റിയിൽ ആരെന്ന് പോലും അറിയാത്ത ഒരു കൂട്ടം ആളുകൾ ഒരുപാട് ക്രൈംസും കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ 30-ലധികം പോലീസുകാരാണ് അത് അന്വേഷിക്കാൻ പോയിട്ട് മരണപ്പെട്ടത് എന്നുള്ള കാര്യം പറയുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കേട്ട് നമ്മുടെ ഹീറോ ഇപ്പോൾ ഒരു ഓർഫനേജിൽ കുട്ടികളായിട്ടിരിക്കുന്ന ഒരു ഫോട്ടോ, അത് ഏകദേശം ഒരു 15 വർഷങ്ങൾക്ക് മുന്നേ ആ ഒരു ഫോട്ടോ ഇങ്ങനെ കാണുകയാണ്. ആ ഒരു ഫോട്ടോ കണ്ടിട്ട് എന്തോ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോഴേക്കാണ് നമ്മുടെ കിം അവിടേക്ക് വരുന്നത്. അപ്പോൾ തന്നെ ഹീറോ അവനോട് പറയുന്നുണ്ട്, ഹേയ് കിം എനിക്ക് ആ ഒരു വീഡിയോ ഇപ്പൊ തന്നെ കാണുമെന്ന് പറഞ്ഞ് ഇപ്പൊ നമ്മുടെ ഹീറോയും അവരുടെ ആ ഒരു വീഡിയോ ഉണ്ടല്ലോ അതിങ്ങനെ കണ്ടു നോക്കുമ്പോഴത്തേക്കും ഈ ഒരു സഹോദരിയുടെ കാര്യം നോക്കുമ്പോൾ ഈ ഒരു പിശാച് ഉള്ളിൽ കയറിയിട്ട് അവൾ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അതുമല്ലാതെ ഇവർ മറ്റൊരു കാര്യം കൂടി കാണുന്നുണ്ട്. ഹീറോയിനും അവളുടെ സഹോദരിയും ഈ ഒരു പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോഴത്തേക്കും അവിടെ സംഭവിച്ച കാര്യങ്ങള് ഇപ്പൊ ആ ഒരു വീടിന്റെ ഓണർ ഉണ്ടല്ലോ അവർ ഈ ഹീറോയിനോട് പറയുന്നുണ്ട്, ഞങ്ങളുടെ വീട്ടിലെ എല്ലാ സാധനങ്ങളും ഞങ്ങൾ മാറ്റിയിട്ടുണ്ട്, അതേപോലെ തന്നെ കുറച്ച് വലിയ കാര്യങ്ങൾ അത് ഞങ്ങൾക്ക് പെട്ടെന്ന് എടുത്തുകൊണ്ട് പോകാൻ കഴിയാത്തത് കൊണ്ട് തന്നെ അതെല്ലാം അടുത്തുള്ളൊരു ഗ്യാരേജിലേക്കാണ് വെച്ചിട്ടുള്ളത്, അതുകൊണ്ട് നിങ്ങൾ അവിടേക്കൊന്നും പോയിട്ട് അത് തുറക്കരുത് എന്നുള്ള കാര്യം ഹീറോയിനോട് പറയുമ്പോഴത്തേക്കും ഈ ഒരു വീടിനകത്ത് ഈ സാധനങ്ങളൊക്കെ കൊണ്ടുവയ്ക്കുമല്ലോ ഹീറോയിന്റെയൊക്കെ സാധനങ്ങൾ അത് കൊണ്ടുവച്ച് തിരിച്ചു പോകുമ്പോഴത്തേക്കാണ് അത് കൊണ്ടുവയ്ക്കുന്ന എല്ലാവരുടെയും ചെവിയുടെ പുറകില് ഒരു ടാറ്റു കുത്തിയിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ടാറ്റു ആരുടേതാണെന്ന് നമുക്ക് നേരത്തെ അറിയാലോ, നമ്മൾ ഇതിനു മുന്നേ കാണുകയും ചെയ്തു. അങ്ങനെയാണെങ്കിലേ ആ ഒരു സാത്താനെ ആരാധിക്കുന്ന ആ ഒരു ഗ്രൂപ്പാണ് നമ്മുടെ ഹീറോയിന്റെ സഹോദരി എന്തോ ഒരു കാര്യം ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യം നമ്മുടെ ഹീറോയ്ക്ക് മനസ്സിലായി. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇവിടെ നമ്മുടെ ഫാദറിനെ കാണിക്കുമ്പോൾ ഫാദർ ഹീറോയിനോട് നമ്മുടെ ഹീറോയുടെ ഒരു സ്റ്റോറി പറയുന്നുണ്ട്. ഇപ്പൊ ആ ഒരു സ്റ്റോറിയിൽ എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ 15 വർഷങ്ങൾക്ക് മുന്നേ ഹീറോ വളർന്നത് ഒരു ഓർഫണേജിലാണ്. അവിടെ അവന് ടോം എന്ന് പറഞ്ഞ ഒരു സുഹൃത്തുണ്ടായിരുന്നു. അങ്ങനെ കാലങ്ങൾ കഴിഞ്ഞു പോകുമ്പോൾ ഹീറോയ്ക്കാണെങ്കിൽ നല്ല ശരീരവും അതേപോലെ തന്നെ അത്യാവശ്യം സൂപ്പർ പവറുകൾ കിട്ടാൻ തുടങ്ങി. നേരെ തിരിച്ച് നമ്മുടെ ടോമിനാണെങ്കിലോ ആത്മാക്കളെ കാണാനുള്ള ഒരു പവർ, അതേപോലെ തന്നെ ഈ ഒരു ഗോസ്റ്റുകളെ മറ്റൊരാളുടെ ശരീരത്തിൽ നിന്നും മാറ്റുന്ന രീതിയിലുള്ള ശക്തികൾ ടോമിനുണ്ടായിരുന്നു. അപ്പൊ ഇതെല്ലാം കണ്ട ആ ഒരു ഓർഫണേജിലെ കുട്ടികൾ പേടിക്കുമ്പോഴും നമ്മുടെ ഹീറോയാണ് ടോമിനെ വിടാതെ അവരിൽ നിന്നെല്ലാം സംരക്ഷിച്ച് ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞിങ്ങനെ കൊണ്ടു നടന്നത്. അങ്ങനെ കുറച്ച് വളർന്നതിന് ശേഷം ഇവർ രണ്ടുപേരും ഈ ഒരു ഓർഫണേജിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷം ഈ ഒരു ഗോസ്റ്റുകളെല്ലാം ഹണ്ട് ചെയ്തിട്ട് അതിൽ നിന്ന് കിട്ടുന്ന ആ ഒരു പണത്തിന്റെ പകുതി ഈ ഒരു ഓർഫണേജിലേക്ക് അയക്കും. ടോം ആണെങ്കിൽ അത് തന്നെയാണ് ചെയ്തത്. ചർച്ചിൽ ചേർന്ന് അവിടെ വെച്ച് ഈ ഒരു പ്രേതങ്ങളെല്ലാം മനുഷ്യരുടെ ശരീരത്തിൽ നിന്ന് ഒഴിപ്പിക്കുമല്ലോ ആ ഒരു കാര്യങ്ങളെല്ലാം ചെയ്ത് അവനും പണം ഈ ഒരു ചർച്ചിലേക്ക് അയച്ചിരുന്നു. അവനും പണം ഈ ഒരു ഓർഫണേജിലേക്ക് തന്നെ അയച്ചിരുന്നു. അതുമല്ല ഓരോ ക്രിസ്മസ് രാത്രിയിലും ഇവർ രണ്ടുപേരും ആ ഒരു ഓർഫണേജിലേക്ക് വന്ന് അവിടെ നല്ലതുപോലെ ആഘോഷിക്കുമായിരുന്നു. അങ്ങനെ ഇരിക്കുകയാണ് ഒരു 7 വർഷങ്ങൾക്ക് മുന്നേ ടോമും ഹീറോയും ആ ഒരു ഓർഫണേജിലേക്ക് വന്നു. പക്ഷെ അവിടെയാണ് മറ്റൊരു കാര്യം. ഹീറോ ആ ഒരു ഓർഫണേജിലേക്ക് വരുമ്പോൾ ടോം ചെയ്ത ഒരു കാര്യം കണ്ടിട്ട് ഹീറോ തന്നെ പേടിച്ചുപോയി. എന്താണെന്നല്ലേ, നരകത്തിലുള്ള അത്രയും ശക്തിയുള്ള ഒരു ഡീമനെ ടോം അവന്റെ ശരീരത്തിനുള്ളിലേക്ക് കയറ്റി അതുമൂലം ആ ഒരു ഡീമൻ ഈ ഒരു ഓർഫണേജിലുള്ള ഓരോരുത്തരുടെ ആത്മാക്കളെ വലിച്ചെടുത്ത് അതിന്റെ ശക്തി കൂട്ടുകയാണ് ചെയ്തത്. ഹീറോ ആണെങ്കിലോ അവനെ തടയാനായിട്ട് പല കാര്യങ്ങളും ചെയ്തു നോക്കി, പക്ഷെ ഒരിക്കലും കഴിഞ്ഞില്ല. തന്റെ സുഹൃത്തെന്ന് പോലും നോക്കാതെ ടോം ഹീറോയ്ക്കെതിരായിട്ട് ആ ഒരു ഡീമന്റെ ശക്തി ഉപയോഗിച്ച് അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോവായിരുന്നു. ആദ്യം ഹീറോ മരിച്ചുപോയെന്നാണ് ഞങ്ങൾ എല്ലാവരും വിശ്വസിച്ചിരുന്നത്. പക്ഷെ ഒരിക്കലും അങ്ങനെ സംഭവിച്ചില്ല. അവൻ വീണ്ടും ജീവനോടെ വന്നു. അവന്റെ ശരീരത്തിലേക്ക് കയറ്റിയ ആ ഒരു ഡീമന്റെ ശക്തി അവനെ കൊല്ലാതെ അവനെ പ്രൊട്ടക്ട് ചെയ്യാൻ തുടങ്ങി. അതുപോലെ ഈ ഒരു സംഭവത്തിലെ ആ ഒരു ഓർഫണേജിലെ എല്ലാവരും മരണപ്പെടുകയാണ് ചെയ്തത്. അത് കഴിഞ്ഞ് സഭയിൽ വെച്ച് എന്നോട് ചോദിച്ചിരുന്നു ടോം ആണോ ഇത് ചെയ്തതെന്ന്. പക്ഷെ ടോം ആണോ ഇത് ചെയ്തതെന്ന് എനിക്ക് പറയാനായിട്ട് ഒരിക്കലും കഴിഞ്ഞില്ല. കാരണം അവനെ ഞാൻ ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ ഇത് ചെയ്തില്ല എന്ന് ഞാൻ എല്ലാവരുടെയും മുന്നിൽ വെച്ച് പറയുമായിരുന്നു. ഈ ഒരു ഒറ്റ കാരണം കൊണ്ടാണ് കഴിഞ്ഞ 7 വർഷമായിട്ട് എന്നോട് വെറുപ്പ് കാണിക്കുന്നത് എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കും പിന്നെ ഇങ്ങനെ ചെയ്തത് പിന്നെ നല്ല കാര്യമല്ലേ, അല്ല പറയുന്നതിനൊരു. അപ്പൊ ആ ഒരു ടോം ആരാണെന്നുള്ള കാര്യം നമുക്ക് ഇപ്പോഴും അറിയത്തില്ല. മുന്നോട്ട് പോകുമ്പോഴത്തേക്കും ആ ഒരു കൊടൂര വില്ലൻ ആരാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. തന്റെ വീടായിട്ടുള്ള ആ ഒരു ഓർഫണേജ് അത് നശിപ്പിച്ചതിന് ശേഷമാണ് ഹീറോ ടോമിനെ എങ്ങനെയും കണ്ടുപിടിച്ച് അവനെ ഇല്ലാതാക്കണം എന്നുള്ള ആ ഒരു ഒറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ ഹീറോയ്ക്ക്. അങ്ങനെ ഈ ഒരു ഫ്ലാഷ് ബാക്ക് കാണിച്ചതിന് ശേഷം ഇപ്പോൾ നമ്മുടെ ഹീറോയിനെ വിളിക്കാണ് അവളുടെ സഹോദരിയെ രക്ഷിക്കാനായിട്ട് താനും തന്റെ ടീമും വരുന്നുണ്ടെന്നും പറഞ്ഞ്. അത് കഴിഞ്ഞ അടുത്ത ദിവസം ഇവരെല്ലാവരും കണ്ടുമുട്ടി.
എന്നിട്ടാണ് നമ്മുടെ ഹീറോയിനോട് പറയുന്നത്, ഓക്കെ ഞങ്ങൾക്ക് കുറച്ച് റൂൾസ് ഉണ്ട്. ഒന്നാമത്തെ കാര്യം ഇവനുണ്ടല്ലോ, ഇവന്റെ പേര് കിം എന്നാണ്. നടക്കുന്ന എല്ലാ കാര്യങ്ങളും അവൻ വീഡിയോ റെക്കോർഡ് ചെയ്യും. ഇവളുടെ പേര് സാറ. ഇവൾക്ക് കുറച്ച് സൂപ്പർ നാച്ചുറൽ പവർ ഉണ്ട്. ഇവളായിരിക്കും നിന്റെ സഹോദരിയുടെ ശരീരത്തിൽ നിന്നും ആ ഒരു ഡീമനെ പുറത്തേക്ക് കൊണ്ടുവരുന്നത്. പിന്നെ ഞാൻ ഈ ഒരു ചടങ്ങ് തീരുന്നത് വരെ ആരെങ്കിലും ഇത് തടയാനായിട്ട് വന്നു കഴിഞ്ഞാൽ ആ ഒരു കാര്യം ഞാൻ നോക്കിക്കോളാം. പിന്നെ നിങ്ങൾ തന്ന ആ ഒരു വീഡിയോ ഞാൻ കണ്ടിരുന്നു. നിന്റെ സഹോദരിയുടെ ശരീരത്തിലുള്ളത് കുറച്ച് ശക്തി കൂടിയൊരു ഡീമനാണ്. അതും കുറച്ച് മാസങ്ങളായിട്ട് അവളുടെ ശരീരത്തുണ്ട്. അതുകൊണ്ട് അതിനെ പുറത്തെടുക്കുക എന്നുള്ളത് കുറച്ച് പാടുള്ള കാര്യമാണ്. കൂടാതെ നിങ്ങൾ തന്ന ആ ഒരു ഫൂട്ടേജിൽ 1-2 കാര്യങ്ങൾ ഞങ്ങൾ കണ്ടുപിടിച്ചതേ, നിങ്ങളുടെ വീട്ടിലേക്ക് ഒരു സാധനങ്ങൾ കൊണ്ടുവരുന്ന ആളുകളുണ്ടല്ലോ, അവരുടെ എല്ലാവരുടെയും കഴുത്തിന് പുറകിലായിട്ട് ഒരു ടാറ്റു ഞങ്ങൾ കണ്ടിരുന്നു. സത്യത്തിൽ ഇവര് സാത്താനെ സേവിക്കുന്നവരാണ്. ഇതുപോലുള്ള ഡീമൺസിനെ ഞങ്ങൾ ഇതിനു മുന്നേ വേട്ടയാടിയിട്ടുണ്ട്. അവരാണ് ഈ ഒരു കാര്യം നിന്റെ സഹോദരിയിൽ ചെയ്തത്. അങ്ങനെ ഇതെല്ലാം പറഞ്ഞ് ഇവർ പറയും, ഓക്കെ നിന്റെ സഹോദരിയെ കാണാമെന്നും പറഞ്ഞ് അവളുടെ സഹോദരിയുള്ള ആ ഒരു റൂമിലേക്ക് ചെന്നിട്ട് നമ്മുടെ സാറ ഇപ്പോ ആ ഒരു സഹോദരിയോട് ചോദിക്കും, ഞാൻ നിന്റെ ചേച്ചിയുടെ സുഹൃത്താണ്, ഞാൻ പറയുന്നത് നിനക്ക് കേൾക്കാൻ കഴിയുമെന്ന് ചോദിക്കുമ്പോൾ ഇപ്പൊ ആ ഒരു സഹോദരി വളരെ നോർമലായിട്ട് തന്നെയാണ് ഉള്ളത്. അതുകൊണ്ട് അവള് അതേന്ന് പറയും. ഓക്കെ നിന്റെ ഉള്ളിൽ ആരെങ്കിലും ഉണ്ടോ? ഞാൻ സംസാരിക്കുമ്പോൾ അവർ നിന്നോട് സംസാരിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അതേന്ന് പറയും. അപ്പോൾ സാറ ചോദിക്കും, ശരി ഇപ്പോൾ എനിക്ക് നിന്റെ ഉള്ളിൽ ആ ഒരാളോട് സംസാരിക്കാൻ കഴിയുമോ എന്ന് ചോദിക്കുമ്പോൾ അതിന് മാത്രം കഴിയത്തില്ല എന്ന് പറയും. കാരണം എനിക്ക് പേടിയാണെന്ന് പറയുമ്പോഴത്തേക്കും സാറ പറയും, ഓക്കെ കുഴപ്പമില്ല ഞാനത് നോക്കിക്കോളാം എന്ന് പറഞ്ഞ് സാർ അവളുടെ തലയിൽ ഈ കൈ വെച്ചിട്ട് ഈ ഒരു മന്ത്രങ്ങളൊക്കെ ഇങ്ങനെ പറയുമ്പോഴത്തേക്കാണ് അവളുടെ ശരീരത്തിനുള്ളിലുള്ള ആ ഒരു ഡീമൺ ഉണ്ടല്ലോ, അത് ഈ ഒരു സഹോദരിയുടെ കൺട്രോൾ മുഴുവനായിട്ട് എടുക്കുന്നു. അപ്പൊ അത് മനസ്സിലാക്കി സാറ ഓക്കെ നിന്റെ പേരെന്താണെന്ന് ചോദിക്കുമ്പോൾ ആ ഒരു ഡീമൺ എഴുന്നേറ്റ് ഇവരെ കണ്ട് പേടിക്കുന്നത് പോലുമില്ല. എന്നിട്ട് പറയും, എന്റെ പേരോ, ഈ ഒരു ലോകം ഉണ്ടാവുന്നതിന് മുന്നേ തന്നെ ഞാനിവിടെയുണ്ട്. ഈ ലോകത്തിന്റെ പകുതി നിർമ്മിച്ചത് ഞാനാണ് എന്നുള്ള രീതിയിൽ അതിന്റെ പേര് പറയാതെ എന്തോ ഒരു ഹിന്റാണ് കൊടുക്കുന്നത്. സത്യത്തിൽ ഈ ഒരു ഡീമനെ നശിപ്പിക്കണമെന്നുണ്ടെങ്കിൽ അതിന്റെ പേരെന്താണെന്ന് ഇവർക്ക് മനസ്സിലാക്കണം. എന്നിരുന്നാൽ മാത്രമേ അതിനെ നശിപ്പിക്കാൻ കഴിയത്തുള്ളൂ. പക്ഷെ ഇത് ഡയറക്റ്റ് ആയിട്ട് പറയാതെ ഇൻഡയറക്റ്റ് ആയിട്ടാണ് അതിന്റെ പേരെന്താണെന്ന് ഒരു ക്ലൂ കൊടുക്കുന്ന രീതിയിൽ ഇവരോട് ഇപ്പൊ ഈ ഒരു കാര്യം പറയുന്നത്. എന്നിട്ട് ഇപ്പൊ അത് കഴിഞ്ഞ് കാണിക്കുമ്പോഴത്തേക്കും ആ ഒരു സഹോദരി അങ്ങനെ കട്ടിലിന് മുകളിലേക്ക് പറന്നിങ്ങനെ നിൽക്കാണ്. ഇവർ 4 പേര് ചുറ്റിന് നിന്നിട്ട് സാറയാണെങ്കിലും അവളുടെ ശക്തി ഉപയോഗിച്ച് ആ ഒരു ഡീമനെയിൽ അറ്റാക്ക് ചെയ്യുമ്പോഴത്തേക്കും ഡീമൻ നേരെ താഴേക്ക് ഒന്ന് വീഴുന്നു. അങ്ങനെ ഇവർ 4 പേര് ഓടി ചെന്നിട്ട് സഹോദരിയെ പിടിച്ച് ആ ഒരു കട്ടിലിൽ കെട്ടിയിടാനായിട്ട് ശ്രമിക്കുമ്പോൾ ആ ഒരു ഡീമൻ ഒരു ഒറ്റ അലർച്ച 4 പേരും തീർച്ച് പല വഴിക്കായിട്ട് ഇങ്ങ് പോവും. എന്നിട്ട് പെട്ടെന്ന് ആ ഒരു റൂമിലെ ലൈറ്റ് ഓഫ് ആയിട്ട് വീണ്ടും ഓൺ ആകുമ്പോഴത്തേക്കും സഹോദരി അവിടെ കാണുന്നില്ല. ഇവരെല്ലാവരും എന്താ ചെയ്യുന്ന വെച്ചാൽ ഓടി വന്നിട്ട് ആ ഒരു CCTV ഉണ്ടല്ലോ അതെടുത്ത് പരിശോധിച്ച് നോക്കുമ്പോഴത്തേക്കാണ് വാർഡിലുള്ള എല്ലാ ക്യാമറയുടെ മുന്നിലും ഈ ഒരു സഹോദരി നടന്നു പോകുന്നുണ്ട്. ഇതിപ്പോ എങ്ങനെ കണ്ടുപിടിക്കും എന്നാലോചിച്ചിരിക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ സാറ അവളുടെ ആ ഒരു പവർ ഉപയോഗിച്ച് സഹോദരി എവിടെയാണെന്നുള്ള കാര്യം കറക്റ്റ് മനസ്സിലാക്കുമ്പോൾ എൻട്രൻസ് ഭാഗം ഉണ്ടല്ലോ അവിടെയാണുള്ളത്. അങ്ങനെ അവളെ പിടിക്കാൻ വേണ്ടി ഇവർ 4 പേരും വെളിയിലേക്ക് പോകുമ്പോഴത്തേക്കും ഇതൊരു മാനസികാരോഗ്യ കേന്ദ്രമാണല്ലോ, അതുകൊണ്ട് തന്നെ ഓരോ റൂമിന്റെ ഡോർ ഇങ്ങനെ തുറക്കുമ്പോൾ അസുഖം ബാധിച്ച് എല്ലാവരും വെളിയിലേക്ക് ഇറങ്ങി വരുമ്പോഴത്തേക്കും ഇവർക്ക് പെട്ടെന്ന് വെളിയിലേക്ക് പോയിട്ട് കഴിയുന്നില്ല. അതുപോലെ ഇതിനിടയ്ക്ക് കുറച്ചുപേര് ഇവരെ തടയാൻ ശ്രമിക്കുന്നുണ്ട്. ഇപ്പോൾ രോഗികളാണെന്നൊന്നും നോക്കത്തില്ല. ഹീറോ അങ്ങനെ ഓരോന്നിനെ പിടിച്ച് തൂക്കിയെടുത്ത് എറിയാണ്. ഇവിടെ ആ ഒരു സഹോദരിയാണെങ്കിലോ ഈ ഒരു എൻട്രൻസ് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും അവിടെ ഒരു സെക്യൂരിറ്റി ഉണ്ട്. അയാൾ ഒന്ന് തടയാൻ ശ്രമിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ അയാളെ കൺട്രോൾ ചെയ്തിട്ട് അയാളുടെ തല കൊണ്ടുവന്ന് തറയിലിടിപ്പിച്ച് അയാളുടെ ബോധം പോവാണ്. എന്നിട്ട് വെളിയിലേക്ക് ഇറങ്ങി പോവുകയും ചെയ്യുന്നുണ്ട്. ഇവിടെ നമ്മുടെ ഹീറോയിൻ ടീമും ഇവിടെ ഈ ഒരു അസുഖം ബാധിച്ച് എല്ലാവരെയും തടഞ്ഞു നിർത്തി ഒരു വിധത്തിൽ നേരെ വെളിയിലേക്ക് വന്ന് നോക്കുമ്പോഴത്തേക്കും ഈ ഒരു സഹോദരി ഇപ്പോൾ എവിടെയാണെന്ന് വെച്ചാല് ഈ ഒരു സഹോദരി ഇപ്പോൾ നാട് റോഡിലേക്ക് വന്ന് നിൽക്കാണ്. കാരണം ഇടയ്ക്കിടയ്ക്ക് ആ ഒരു ഡീമൻ അവളെ നോർമൽ ആയിട്ടുള്ള അവസ്ഥയിൽ കൊണ്ടുവരുമ്പോഴത്തേക്കും ചേച്ചിയെ രക്ഷിക്കുന്ന അവളിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ഹീറോയിൻ ഓടി വന്ന ആ റോഡിലേക്ക് വന്നിട്ട് അവളുടെ സഹോദരി അങ്ങ് കെട്ടിപ്പിടിക്കുന്നതും ഇപ്പോൾ അവൾ നോർമൽ ആയിട്ടുള്ള അവസ്ഥയിലാണ്. അപ്പോഴേക്കാണ് പെട്ടെന്ന് ആ ഒരു സ്ട്രീറ്റിലെ ലൈറ്റ് മൊത്തം അങ്ങ് ഓഫ് ആവുന്നു. അത് കഴിഞ്ഞ് വീണ്ടും ഓടാകുമ്പോഴത്തേക്കും ഇപ്പൊ കാണിക്കുമ്പോൾ ഒരു വലിയ ട്രക്ക് ഇവരെ 2 പേരെ ഇടിക്കാനായിട്ട് വരികയാണ്. എന്താണെന്ന് വെച്ചാൽ ആ ഒരു ഡീമൻ നമ്മുടെ ഹീറോയിനെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. പക്ഷെ അതിന് മുന്നേ തന്നെ മറ്റൊരു കാർ വന്ന് ഈ ഒരു ട്രക്കിലേക്ക് ഇടിക്കുമ്പോഴത്തേക്കും ഇവർ 2 പേരും രക്ഷപ്പെട്ടു. അപ്പോൾ ആ ഒരു കാർ കൊണ്ടിടിച്ചത് നമ്മുടെ ഹീറോ തന്നെയാണ്. അങ്ങനെ ഹീറോ നേരെ ഇവരുടെ അടുത്തേക്ക് വന്നിട്ട് ഓക്കെ നിങ്ങൾ എന്തായാലും ഈ ഒരു പ്രശ്നങ്ങളെല്ലാം തുടങ്ങിയത് നീ ഈ ഒരു ഹോസ്പിറ്റലിലേക്ക് വന്നതിന് ശേഷം മാത്രമാണ്. അതുകൊണ്ട് ഇതെല്ലാം തുടങ്ങിയത് എവിടെയാണ്? നിങ്ങൾ താമസിക്കുന്ന ആ ഒരു വീട്ടിൽ നിന്നും. നമുക്ക് അവിടേക്ക് തന്നെ പോവാന്ന് പറഞ്ഞ് ആദ്യം ഇവർ 3 പേരും നേരെ ആ ഒരു വീട്ടിലേക്ക് വന്നിട്ട് ആ ഒരു വീടിനകത്ത് ഏതെങ്കിലും ഡീമൻ അറ്റാക്ക് ചെയ്തിട്ടുണ്ടോ ഇല്ലെന്ന് അറിയാൻ വേണ്ടി ചുമരുകളിലെല്ലാം ലൈറ്റെല്ലാം അടിച്ച് നോക്കുന്നുണ്ട്. കാരണം ഈ ഒരു മന്ത്രങ്ങളൊക്കെ കാണാൻ കഴിയോ ഇല്ലെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ വീട് മുഴുവനായിട്ടും പരിശോധിക്കുമ്പോൾ പ്രത്യേകിച്ച് അങ്ങനെ അവർക്കൊന്നും കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല. അത് കഴിഞ്ഞ് ഇവർ കൊണ്ടുവന്നൊരു സിൽവർ ചെയർ ഉണ്ട്. അതിൽ ഈ ഒരു മന്ത്രങ്ങളൊക്കെ വെച്ചിട്ടുള്ളതാണ്. അത് ഈ ഒരു റൂമിന്റെ നടുവിലായിട്ട് വെച്ച് അതിൽ ആ ഒരു സഹോദരിയെ ഇരുത്തി ഇവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം റെക്കോർഡ് ചെയ്യാൻ വേണ്ടി പലയിടങ്ങളിലായിട്ട് ക്യാമറ വെക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു സഹോദരിയുടെ ഉള്ളിലുള്ള ഡീമൺ ഉണ്ടല്ലോ അവളെ വിട്ട് പുറത്തേക്ക് പോവാതിരിക്കാൻ വേണ്ടി, അതേപോലെ തന്നെ ആ ഒരു ചെയർ വിട്ട് പോവാതിരിക്കാൻ വേണ്ടി ഈ ഒരു ചെയറിന് ചുറ്റുമായിട്ടും ഉപ്പുണ്ടല്ലോ അത് വെച്ച് 2 വൃത്തങ്ങൾ ഇങ്ങനെ വരയ്ക്കുന്നുണ്ട്. കാരണം ഇതുണ്ടെങ്കിൽ എന്തായാലും ആ ഒരു ഡീമൻ പുറത്തേക്ക് പോകത്തില്ല. അപ്പോഴേക്കാണ് ഈ ഒരു സഹോദരി വീണ്ടും നോർമൽ ആയിട്ടുള്ള അവസ്ഥയിലേക്ക് വന്നിട്ട് ഹീറോയിനോട് പറയും, ചേച്ചി ഇവിടെ എന്താ നടക്കുന്നത്, എന്നെ രക്ഷിക്കുമെന്ന് ഇങ്ങനെ ചോദിക്കുമ്പോൾ ഹേയ് ഒരു കുഴപ്പമില്ല നിന്നെ രക്ഷിക്കാന്ന് പറഞ്ഞ് അടുത്ത് ഇങ്ങനെ നടന്നു വരുമ്പോഴത്തേക്ക് ഇത് കണ്ട ഹീറോ പറയും, അതെ ഇവിടെ എന്ത് നടന്നാലും
നിങ്ങളുടെ സഹോദരി എന്തവസ്ഥയിൽ നിങ്ങളോട് സംസാരിച്ചാലും നിങ്ങൾ അതിനൊന്നും പ്രതികരിക്കരുത്. കാരണം ഡീമൻസ് ഇങ്ങനെ നിങ്ങളെ പറ്റിക്കാൻ വേണ്ടി പല കാര്യങ്ങളും ചെയ്യും. അതുകൊണ്ട് ഏതെങ്കിലും സാഹചര്യത്തിൽ നിങ്ങൾ ഈ ഒരു വട്ടം കഴിഞ്ഞ് ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നമാവും. അങ്ങനെ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇപ്പൊ ഈ ഒരു ഡീമന്റെ പേരെന്താണെന്ന് ഇവർക്ക് മനസ്സിലാക്കണം. അതിനുവേണ്ടി ഈ ഒരു മന്ത്രജലം അത് അവളുടെ ദേഹത്തേക്ക് ഇങ്ങനെ കുടയുന്നുണ്ട്. അത് കഴിഞ്ഞ് എന്തോ ഒരു ചെടി എടുത്ത് അവളുടെ തലയിലേക്ക് വെച്ച് അങ്ങനെ പേരെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. കഴിയുന്നില്ല. അത് കഴിഞ്ഞ് ആ ഒരു മന്ത്ര കണ്ണാടി ഉണ്ടല്ലോ അതെടുത്ത് ഇങ്ങനെ വെക്കുമ്പോഴത്തേക്ക് ഈ ഒരു ഡീമൻ അതിലേക്ക് ഇങ്ങനെ നോക്കുന്നതും ആ ഒരു കണ്ണാടി അങ്ങ് പൊട്ടിപ്പോയി. അത് കഴിഞ്ഞ് അതിന്റെ പേരെന്താണെന്ന് ഡയറക്റ്റ് ആയിട്ട് പറയാതെ ഇൻഡയറക്റ്റ് ആയിട്ട് പറയാൻ വേണ്ടി വീണ്ടും പല കാര്യങ്ങൾ പറയുന്നുണ്ട്. ഞാൻ മരണമില്ലാത്തവനാണ്, ഞാൻ നിന്റെ ഉള്ളിലാണ് ജീവിക്കുന്നത് എന്നെല്ലാം പറഞ്ഞിട്ട് കണസാന്ന് ഒരുപാട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. എന്താണെന്ന് മനസ്സിലാവുന്നില്ല. അപ്പോഴേക്കാണ് നമ്മുടെ സാറ പറയുന്നത്, ഞാൻ ഇത്രയും നേരം പല കാര്യങ്ങൾ ചെയ്തിട്ടും ഈ ഒരു ഡീമന്റെ പേര് മനസ്സിലാക്കാനോ അതിനെ ഒന്ന് കൺട്രോളിലെടുക്കാനോ എന്നെ കൊണ്ട് കഴിയുന്നില്ല. പക്ഷേ അതിന്റെ ശക്തി വീണ്ടും വീണ്ടും കൂടിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നത് ഈ ഒരു വീടിനകത്താണ് എന്തോ ഒരു കാര്യമുള്ളതെന്നാണ്. അപ്പൊ ഇത് കേട്ട ഹീറോ പറയും, ശരി നീ ഇവിടെ നിന്ന് കാര്യങ്ങളൊക്കെ നോക്കിക്കോ, ഞാനൊന്ന് പോയി നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞ് അവൻ ഈ ഒരു വീടിന്റെ മുകളിലേക്ക് പോയിട്ട് ആ ഒരു ഭാഗങ്ങളെല്ലാം നടന്നിങ്ങനെ നോക്കുമ്പോഴത്തേക്കാണ് ഈ ചുമരിനുള്ളിൽ നിന്നും എന്തോ ഒരു കാര്യം അവന് ഫീൽ ചെയ്യാൻ കഴിയുന്നുണ്ട്. ഹീറോ എന്താ ചെയ്യുന്ന വെച്ചാൽ കൈ മടക്കി ഒരു ഒറ്റ ഇടി ചുമരിലേക്ക് ഇടിച്ചങ്ങ് പൊളിക്കുമ്പോഴത്തേക്കും അതിനുള്ളിൽ വേറൊരുത്തൻ എടാ വടുവ നീ ഇത്ര നേരം ഇതിനകത്ത് ഒളിച്ചിരിക്കുകയായിരുന്നു എന്നും പറഞ്ഞ് അവനെ പുറത്തേക്ക് എടുക്കുമ്പോൾ ഈ ഒരു സാത്താൻ ആരാധിക്കുന്നവരുണ്ടല്ലോ അതിലുള്ള ഒരുത്തനാണ്. അപ്പൊ ഇത്രയും നാളും ഇവന്മാരെല്ലാവരും കൂടി ചേർന്ന് ഈ ഒരു വീടിനകത്ത് ഒളിച്ച് താമസിക്കുകയായിരുന്നു. അങ്ങനെ ഓരോന്നിനെ പിടിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ എല്ലാത്തിനെയും ഇടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അതിലൊരുത്തൻ എന്തൊരു മന്ത്രപ്പൊടിയെടുത്ത് ഹീറോയുടെ കണ്ണിലേക്ക് ഇട്ട് കൊടുക്കും. അപ്പൊ ഹീറോ കണ്ണ് കാണാതെ തിരിഞ്ഞു നിൽക്കുമ്പോഴത്തേക്കും ആ ഒരു ഗ്യാപ്പിൽ അവൻ ഇതിനകത്തേക്ക് കയറിയിട്ട് നമ്മുടെ സാറയെ കൊല്ലാന്ന് പറഞ്ഞ ആ ഒരു ഡോർ ഇടിച്ച് തുറക്കാനായിട്ട് ശ്രമിക്കുകയാണ്. കാണിക്കുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോ അങ്ങനെ നടന്ന് അവന്റെ അടുത്തേക്ക് വന്നിട്ട് കൈ മടക്കി ഒരു ഒറ്റയിടി. കാരണം നമ്മുടെ ഹീറോയ്ക്ക് സൂപ്പർ പവർ ഉണ്ടെന്നുള്ള കാര്യം നേരത്തെ തന്നെ അറിയാം. അങ്ങനെ അവൻ ഇടിച്ച് താഴേക്കിട്ട് ഡോർ തുറന്ന് അകത്തേക്ക് വരുമ്പോഴത്തേക്കും ഈ ചടങ്ങ് തുടങ്ങി കുറച്ച് കഴിയുമ്പോൾ തന്നെ ആ ഒരു സഹോദരി മയങ്ങിപ്പോയി. പക്ഷെ എത്രയും നേരമായിട്ടും ഹീറോയിൻ അങ്ങനെ തന്നെ നിൽക്കുന്നു, ഒരു പ്രതിമയെ പോലെ. അപ്പോഴാണ് അടുത്തൊരു ടെസ്റ്റ്. ആഹാ, വേറെ ഒന്നുമല്ല, ഇത്രയും നേരം സഹോദരിയെ നോക്കിക്കൊണ്ടിരുന്ന നമ്മുടെ ഹീറോയിന്റെ ശരീരത്താണ് ആ ഒരു ഡീമൻ കയറാനായിട്ട് ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവളുടെ കണ്ണെല്ലാം മാറി എന്തൊക്കെയോ മന്ത്രങ്ങൾ പറയാനായിട്ട് ശ്രമിക്കുമ്പോഴത്തേക്കും ഇത് കണ്ട നമ്മുടെ സാറയാണെങ്കിലോ പെട്ടെന്ന് തന്നെ ഹീറോയിനെ പിടിച്ച് താഴേക്ക് കിടത്തിയിട്ട് ഒരുപാട് മന്ത്രങ്ങളെല്ലാം പറഞ്ഞ ആ ഒരു ഡീമനെ തിരിച്ചു തന്നെ പറഞ്ഞു കൊടുക്കുന്നു. കാരണം ഹീറോയിന്റെ ശരീരത്തിലേക്ക് അതിന് കയറാനായിട്ട് കഴിയുന്നില്ല. ഇപ്പൊ ഇവിടെയാണ് മറ്റൊരു കാര്യം, ഈ ഒരു വട്ടത്തിനകത്തിരിക്കുന്ന ഡീമൻ എങ്ങനെ പുറത്തു വരും? അങ്ങനെയാണെങ്കിൽ ഈ ഒരു വീടിനകത്ത് ഡീമൻ സഹായിക്കുന്ന രീതിയിൽ എന്തോ ഒരു കാര്യമുണ്ട്, അത് കണ്ടുപിടിച്ചേ മതിയാവൂന്ന് പറഞ്ഞ് ഇവർ ആ ഒരു ചുമരെല്ലാം നല്ലതുപോലെ ഇങ്ങനെ പരിശോധിക്കുന്നുണ്ട്. സാറയാണെങ്കിലും ലൈറ്റ് അടിച്ച് നോക്കിയിട്ടൊന്നും കാണാൻ കഴിയുന്നില്ല. അപ്പോഴാണ് ഈ ഒരു വീടിന്റെ ചുമരുകളിൽ ഈ ഒരു വാൾ പേപ്പർ ഒട്ടിച്ചിട്ടുണ്ട്. അത് വലിച്ച് കീറുമ്പോഴത്തേക്കാണ് ഇതിനകത്തേക്ക് വന്ന ആ ഒരു ഗ്രൂപ്പ് ഉണ്ടല്ലോ അവർ ഈ ഒരു ചുമര് മുഴുവനായിട്ടും മന്ത്രങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. അതുമല്ല ഈ ഒരു ഭാഗത്ത് മാത്രമല്ല ഈ ഒരു വീട് മുഴുവനായിട്ടും ഈ ഒരു മന്ത്രങ്ങളാണ് ചെയ്തു വെച്ചിട്ടുള്ളത്. അപ്പൊ ഇത് കണ്ട ഹീറോ എന്താ ചെയ്യുന്ന വെച്ചാൽ ഒരു ചുറ്റിയിലെടുത്ത ആ ഒരു ചുമരിൽ 2-3 തവണ ഇങ്ങനെ അടിക്കുമ്പോഴത്തേക്കും ഈ ഒരു വീടിന്റെ ചുമരിലുള്ള മന്ത്രങ്ങളെല്ലാം ഇല്ലാണ്ടായി പോവാണ്. അപ്പൊ ഇത് കണ്ട കിം ആണെങ്കിലോ ഈ ഒരു കാര്യങ്ങളെല്ലാം വീഡിയോ എടുത്തിട്ട് അങ്ങനെ ഓടി ആ ഒരു സഹോദരിയുള്ള റൂമിനകത്തേക്ക് ചെന്നിട്ട് ഡോർ ഒന്ന് നോക്കുമ്പോഴത്തേക്കും ഇപ്പൊ ആ ഒരു സഹോദരി നോർമൽ ആയിട്ടുള്ള അവസ്ഥയിൽ ഇരുന്നിട്ട് കിമ്മിനോട് ചോദിക്കും, അല്ല ഞാനിപ്പോ എവിടെയാണ്, എനിക്ക് എന്താ സംഭവിച്ചേ, അല്ല നിങ്ങൾ എന്താ ചെയ്യുന്നേ, എന്നെ എത്ര മണി രക്ഷിക്കേ പ്ലീസ് ബ്രോ എന്നെല്ലാം പറയുമ്പോഴത്തേക്കാണ് കിം പറയും ഓക്കെ ഓക്കെ ഞാൻ ഇപ്പോൾ വരാന്ന് പറഞ്ഞ് അടുത്തേക്ക് ചെല്ലുന്നതും അതിന് മുന്നേ തന്നെ നമ്മുടെ ഹീറോ വന്ന് അവന്റെ കയ്യിൽ പിടിച്ചിട്ട് എടാ ഒന്ന് മാറിയേൽക്ക്, ഇതെല്ലാം ആ ഒരു ഡീമൻ നിന്നെ പറ്റിക്കുന്നതാണെന്ന് പറയുമ്പോഴത്തേക്കും അപ്പോഴാണ് ആ ഒരു സഹോദരി അവളുടെ ഉള്ളിൽ ആ ഒരു ഡീമൺ ഉണ്ടല്ലോ അതിപ്പോ ചിരിക്കാൻ തുടങ്ങും. എന്നിട്ടാണ് ആ ഒരു ഡീമൻ നമ്മുടെ ഹീറോയെയും അതേപോലെ തന്നെ സാറയും നോക്കി ചിരിച്ചിട്ട് പറയുന്നത്, നിങ്ങളെ കൊണ്ട് ഇവളെ രക്ഷിക്കാൻ കഴിയുമെന്നാണോ? ഒരിക്കലുമില്ല, ഞാൻ ഇവളുടെ ശരീരത്തിൽ നിന്ന് പുറത്തു പോയി കഴിഞ്ഞാൽ ഇവളുടെ ജീവനും കൊണ്ട് മാത്രമേ ഞാൻ പോകത്തുള്ളൂ. അതേപോലെ തന്നെ ഹീറോയെ നോക്കിയിട്ട് ഹേയ് നീ ജീവിച്ചിരുന്ന ആ ഒരു ആശ്രമത്തിലെ എല്ലാ കുട്ടികളും മരിച്ചുപോയെന്നറിഞ്ഞല്ലോ, അത് നിന്റെ സുഹൃത്താണ് അവരെല്ലാവരെ കൊന്നത്, നിന്റെ സ്വന്തം സുഹൃത്തിനെ പോലും നിനക്ക് തടയാനായിട്ട് കഴിഞ്ഞില്ല, പിന്നെയാണോ ബാക്കിയുള്ളവരെ നീ രക്ഷിക്കാൻ പോകുന്നത് എന്നെല്ലാം പറഞ്ഞിട്ട് ഹീറോയെ കളിയാക്കുമ്പോഴത്തേക്കും ഇപ്പൊ കാണിക്കുമ്പോൾ ആ ഒരു റൂമിനകത്ത് വേറെ ആരുമില്ല, ഹീറോയും അതേപോലെ തന്നെ ഹീറോയുടെ പുറകിൽ നിന്നും മറ്റൊരു ഡീമൻ ഇപ്പൊ എഴുന്നേറ്റ് വരികയാണ്. അപ്പൊ ഹീറോ പറയും എല്ലാത്തിനും നീയാണ് കാരണമെന്ന് പറഞ്ഞ് തിരിഞ്ഞു നിന്ന് അതിന്റെ കഴുത്തിൽ പിടിച്ച് അതിനെ കൊല്ലുന്നത് പോലെ ഇങ്ങനെ കാണിക്കുമ്പോഴത്തേക്കും സത്യത്തിൽ ഇത് ഹീറോയ്ക്ക് തോന്നിയ കാര്യമാണ്. അവനിപ്പോ കഴുത്ത് പിടിച്ച് ഞെരിക്കുന്നത് നമ്മുടെ സാറയുടെയാണ്. ഈ താറാവിന്റെ കഴുത്ത് പിടിച്ച് ഞെരിക്കുന്ന പോലെ ഇവിടെ പിടിച്ച് ഞെരിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ഇവിടെ മരിക്കും, എന്റെ പൊന്നു ഡോൺലിയാണ് ഒന്ന് കൈവിട് എന്ന് നമ്മൾ വിചാരിക്കുമ്പോൾ അതിന് മുന്നേ തന്നെ ഹീറോ എന്തായാലും അവളുടെ ദേഹത്ത് നിന്ന് കൈ എടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ സാറ എന്താ ചെയ്യുന്ന വെച്ചാല് മറ്റൊരു ശക്തി ആ ഒരു ഡീമന് മുകളിലേക്ക് ഇങ്ങനെ കൊടുക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് ആ ഒരു സ്ഥലം മുഴുവനായിട്ടും ഈ മഞ്ഞ് പോലെ ഇങ്ങനെ മാറുന്നുണ്ട്. എന്താണെന്ന് കാണിക്കുമ്പോൾ അവിടെ നമ്മുടെ സാറയും അതേപോലെ തന്നെ ഹീറോയിന്റെ സഹോദരി മാത്രമേ ഉള്ളൂ. വേറെ ഒന്നല്ല, ഇവര് രണ്ടുപേരും വേറെ ഏതൊരു ലോകത്ത്. എന്താന്ന് വെച്ചാൽ നമ്മുടെ സാറയെ ആ ഒരു ഡീമൻ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നു. ഇത് മനസ്സിലാക്കിയ സാറ വീണ്ടും പഴയ അവസ്ഥയിലേക്ക് എങ്ങനെയെങ്കിലും വന്നിട്ട് ഇപ്പൊ ഇത്രയും ചെയ്തതുകൊണ്ട് തന്നെ സാറയ്ക്ക് അത്രയും ദേഷ്യം വന്ന് കാണിച്ചു തരാന്ന് പറഞ്ഞ് കുറച്ചുകൂടി ശക്തിയിൽ ആ ഒരു മന്ത്രങ്ങൾ പ്രയോഗിക്കാൻ തുടങ്ങുന്നതും ഈ ഒരു ഡീമൻ അത് സഹിക്കാനായിട്ട് കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ സാറയെ പിടിച്ച് മാറ്റാൻ വേണ്ടി ഹീറോയിന്റെ സഹോദരിയുടെ ആ ഒരു ശബ്ദത്തിലെ ഹീറോയിൻ നോക്കിങ്ങനെ പറയുന്നുണ്ട്, ചേച്ചീനെ രക്ഷിക്കുക പ്ലീസ്, എനിക്ക് വേദനിക്കുന്നു എന്നെല്ലാം പറഞ്ഞ് ഇവരുടെ മനസ്സ് മാറ്റാൻ ശ്രമിക്കുന്നതാണ്. അപ്പൊ കുറെ നേരം നമ്മുടെ ഹീറോയിൻ ഇതെല്ലാം കണ്ട് സഹിക്കുമെങ്കിലും പിന്നീട് അവളെ കൊണ്ട് കഴിയുന്നില്ല. അവൾ ഓടി ചെന്നിട്ട് എന്റെ സഹോദരിയെ വെറുതെ വിടുന്നു പറഞ്ഞ് ഓടി വന്ന്
ആ ഒരു വട്ടത്തിനുള്ളിലേക്ക് കാല് വെക്കുന്നതും കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. ഇപ്പൊ ആ ഒരു ഡീമൻ വലിയ രീതിയിൽ ശബ്ദം ഉണ്ടാക്കുമ്പോഴത്തേക്കും ആ ഒരു വീട് മുഴുവനായിട്ട് നിന്നങ്ങ് കുലുങ്ങാണ്. കുറച്ചു കഴിഞ്ഞിട്ട് ഇവര് തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്കാണ് ആ ഒരു സഹോദരിയെ അവിടെ കാണുന്നില്ല. ഇപ്പൊ കാണിക്കുമ്പോഴത്തേക്കും ആ ഒരു ഡീമൻ ഈ ഒരു സഹോദരിനെയും കൊണ്ട് ഈ ഒരു വീടിന്റെ ചുമരിലൂടെ ഈ പല്ലിയെല്ലാം പോകില്ല അതുപോലെ ഇങ്ങനെ പോവാണ്. നമ്മുടെ കിം ആണെങ്കിൽ അവളുടെ പുറകെ പോയിട്ട് അതെല്ലാം വീഡിയോ എടുക്കുന്നുണ്ട്. അപ്പൊ ഇവരെല്ലാവരും പല വഴിക്ക് പോയിട്ട് ഇങ്ങനെ അന്വേഷിക്കുമ്പോഴത്തേക്കാണ് കിം കരയുന്ന ആ ഒരു ശബ്ദം കേട്ട് എല്ലാവരും ഹാളിലേക്ക് വന്ന് നോക്കുമ്പോൾ കിമ്മിനെ അന്തരീക്ഷത്തിൽ ഇങ്ങനെ ഉയർത്തി നിർത്തിയേക്കുന്നു. അപ്പോ ഹീറോ വന്നിട്ട്, എടാ കിമ്മെ, നീ താഴെ നിന്ന് വീഡിയോ എടുത്താൽ മതി, അത്രയും മുകളിൽ പോയിട്ടൊന്ന് വീഡിയോ എടുക്കണമെന്ന് പറയുമ്പോൾ, എന്റെ പൊന്നു ബോസെ, ഞാൻ വീഡിയോ എടുക്കാനായിട്ട് മുകളിൽ പോയതൊന്നുമല്ല, അതെന്നെ പിടിച്ച് മുകളിലാക്കിയതാണ് എന്നെ എത്രയും പെടുത്ത് താഴെ ഇറക്കാൻ പറയുന്നത്. ഇപ്പൊ നമ്മുടെ കിമ്മിനെ എങ്ങനെയെങ്കിലും താഴേക്ക് ഇറക്കിയിട്ടാണ് സാറ ഹീറോയിനോട് ചോദിക്കുന്നത്, അല്ല ഈ ഒരു വീട്ടിൽ ഞങ്ങൾക്ക് അറിയാത്ത വേറെ എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇവിടെയാണ് നമ്മുടെ ഹീറോ ഒരു കാര്യം മനസ്സിലാക്കുന്നത്. ഈ ഒരു വീട്ടിലെ ഓണർ ഈ ഒരു വീട് ഇവർക്ക് കൊടുക്കുന്ന സമയത്ത് ഇവരോടൊരു കാര്യം പറഞ്ഞിരുന്നല്ലോ, ഈ ഒരു ഗ്യാരേജിൽ എന്തോ ഒരു പെട്ടിയെല്ലാം സൂക്ഷിച്ചിട്ടുണ്ടെന്ന്. അതേപോലെ തന്നെ അവിടേക്ക് പോകരുതെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ ഹീറോ ഒറ്റയ്ക്ക് ആ ഒരു ഗ്യാരേജിനുള്ളിലേക്ക് പോവാണ്. ഇവിടെ കാണിക്കുമ്പോഴത്തേക്ക് ആ ഒരു സഹോദര ശരീരത്തിൽ ഈ ഒരു ഡീമൻ പൂർണ്ണമായിട്ടും കയറി ശക്തി പ്രാപിച്ചിട്ട് ആദ്യം തന്നെ നമ്മുടെ സാറയെ കൊല്ലാനാണ് ശ്രമിക്കുന്നത്. അപ്പോ കിമ്മും ഹീറോയിനും കൂടി ചേർന്ന് അവളെ തടഞ്ഞു നിർത്തുന്നുണ്ട്. ഇവരെ കൊണ്ട് കഴിയുന്നില്ല. ആ ഒരു സമയത്താണ് നമ്മുടെ സാറയുടെ ശരീരത്തിൽ നിന്നും ഒരുപാട് പവറുകൾ വെളിയിലേക്ക് വന്ന് കിം, ഹീറോയിൻ, ആ ഒരു ഡീമൻ ഉണ്ടല്ലോ, ഇതുൾപ്പെടെ എല്ലാവരും തെറിച്ചങ്ങ് പോയിട്ട് അവരുടെ ബോധം പോയി. അങ്ങനെ ഇവിടെ നമ്മുടെ ഹീറോ ആണെങ്കിലോ ആ ഒരു ഗ്യാരേജിനുള്ളിലേക്ക് വന്നിട്ട് അവിടെയെല്ലാം നോക്കുമ്പോഴത്തേക്കും ആ ഒരു ഗ്യാരേജിന് അടിയിൽ നിന്നും എന്തൊക്കെയോ ശബ്ദം കേൾക്കുന്നു. അങ്ങനെ അവിടെയുള്ള ആ ഒരു ഡോർ തുറന്ന് നോക്കുമ്പോൾ ഇതിനുള്ളിൽ ഒരു അണ്ടർഗ്രൗണ്ട് ഉണ്ട്. അങ്ങനെ ഹീറോ പതിയെ അതിനകത്തേക്ക് നടന്ന് ചെല്ലുമ്പോഴത്തേക്കാണ് കാണിക്കുമ്പോൾ ഈ ഒരു ഡീമനെ ആരാധിക്കുന്ന എല്ലാണ്ടോ ഇതിനകത്ത് നിന്ന് എന്തൊക്കെയോ മന്ത്രങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചേട്ടാ, ഇതെന്തോന്ന് ഏലിയനാ? വെറുതെ ഇരിക്കോ, കൈയും മടക്കി ചെന്നിട്ട് ആദ്യം വരുന്ന ഓരോണ്ണത്തിനും കൊടുക്കും. ഈ പ്രസാദം കൊടുക്കുമല്ലോ അതുപോലെ, ഓക്കെ ഓരോരുത്തരായിട്ട് വാ, ഇന്നാ പിടിച്ചോന്ന് പറഞ്ഞ് ഓരോന്നായിട്ട് ഇങ്ങനെ കൊടുത്തു വിടാണ്. അപ്പോഴേക്കാണ് അതിലൊരുത്തൻ നമ്മുടെ ഹീറോയുടെ കണ്ണിലേക്ക് വീണ്ടും ആ ഒരു പൊടി വാരിനെ എറിയുമ്പോൾ ഹീറോ കണ്ണടയ്ക്കുന്ന ആ ഒരു ഗ്യാപ്പിൽ അവന്റെ കഴുത്തിലേക്ക് കയറിട്ട് ഹീറോയെ ഇപ്പൊ തൂക്കിക്കൊല്ലാണ്ട് ശ്രമിക്കുന്നു. എന്നിരുന്നാലും ഹീറോ വെറുതെ ഇരിക്കോ, എങ്ങനെയെങ്കിലും അതിൽ നിന്ന് രക്ഷപ്പെട്ട് ഓരോന്നിനായിട്ട് ഇടിച്ചിടിച്ച അവസാനം അവിടെയുള്ള എല്ലാത്തിനെയും കൊല്ലുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ അതിനിടയിൽ നമ്മുടെ ഹീറോയുടെ തോളിൽ ഒരുത്തൻ കത്തി ഇറങ്ങും. അങ്ങനെ അത് കഴിഞ്ഞ് ഹീറോ നേരെ തിരിച്ച് ഈ ഒരു വീട്ടിലേക്ക് വന്നിട്ട് അവിടെ ബാക്കിയെല്ലാവരും ബോധമില്ലാതെ കിടക്കല്ലേ, അവരെല്ലാവരും എഴുന്നേൽപ്പിക്കുന്നു. അപ്പോഴേക്കാണ് ആ ഒരു ഡീമൻ ഈ ഒരു സഹോദരിയുടെ ശരീരത്തിൽ നിന്ന് ഹീറോയോട് സംസാരിക്കുന്നുണ്ട്. ഇനി എന്നെ ആർക്കും കൺട്രോൾ ചെയ്യാൻ കഴിയത്തില്ല, കാരണം നിങ്ങളുടെ ജീവിതത്തിന്റെ അവസാനം അത് ഞാനാണ് ഇനി തീരുമാനിക്കാൻ പോകുന്നത്. അതുമല്ല, നരകത്തിലെ എന്റെ ആ ഒരു രാജ്യം കുട്ടികളെ കൊണ്ടാണ് ഞാൻ കൺട്രോൾ ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ ഒരു ഹിന്റ് ഇങ്ങനെ കൊടുക്കുമ്പോഴത്തേക്കും ഇപ്പൊ കാണിക്കുമ്പോൾ നമ്മുടെ സാറുണ്ടല്ലോ, അവള് കണ്ണു പറഞ്ഞിട്ട് ഈ ഒരു കാര്യം കേട്ട്, ഇപ്പൊ നിന്റെ പേര് എനിക്ക് മനസ്സിലായെന്നും പറഞ്ഞ് നരകത്തിലെ രാജാവായിട്ടുള്ള മോളത്താണ് നീ എന്നുള്ള പേര് കണ്ടുപിടിക്കുമ്പോഴത്തേക്കും ഇവര് നേരത്തെ തന്നെ പറഞ്ഞിരുന്നല്ലോ, ഈ ഒരു ഡീമന്റെ പേര് കണ്ടുപിടിച്ചാൽ മാത്രമേ ഇവളുടെ ശരീരത്തിൽ നിന്നും ആ ഒരു ഡീമനെ പുറത്തു കൊണ്ടുവരാനായിട്ട് കഴിയത്തുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മുടെ സാറ ഇപ്പോ അങ്ങനെ ആ ഒരു മന്ത്രങ്ങളെല്ലാം പറഞ്ഞിട്ട് ഈ ഒരു ഡീമനെ മുകളിലേക്ക് കൊണ്ടുവന്ന് അതിനെ ആ ഒരു ശരീരത്തിൽ നിന്നും വെളിയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. ആ ഒരു ഡീമനായാലും ഇവിടെ തടയാൻ വേണ്ടി പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. പക്ഷേ എന്ത് ചെയ്തിട്ടും ഒരു കാര്യമില്ല. ഇപ്പൊ കാണിക്കുമ്പോൾ ആ ഒരു ഡീമനെ നരകത്തിലേക്ക് തന്നെ കൊണ്ടുപോയിട്ടുള്ള ആ ഒരു പോർട്ടല് ഓപ്പൺ ആവുന്നുണ്ട്. പക്ഷെ എന്ത് തന്നെയായാലും ആ ഒരു ഡീമൻ ഹീറോയിന്റെ സഹോദരിയെ വെറുതെ വിടാനായിട്ട് തയ്യാറല്ല. കാരണം അതിപ്പോ പറയുന്നത് എന്താണെന്ന് വെച്ചാല്, എനിക്ക് ഈ ഒരു ലോകത്ത് നിൽക്കാനായിട്ട് കഴിയത്തില്ല എന്നുണ്ടെങ്കിൽ ഇവളെയും ഞാൻ ഇവിടെ നിർത്തത്തില്ല, ഇവളെയും കൊണ്ടുപോകുന്നു പറഞ്ഞ് ഹീറോയിന്റെ സഹോദരിയുടെ ശരീരവും ആ ഒരു നരകത്തിലേക്ക് ഇങ്ങനെ കൊണ്ടുപോവാണ്. ഇത് കാരണം നമ്മുടെ ഹീറോയിൻ ഓടി ചെന്നിട്ട് അവളുടെ സഹോദരിയുടെ ശരീരം ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നുണ്ട്. പക്ഷെ അവളുടെ ഉള്ളിലേക്ക് പോകുമ്പോഴത്തേക്കും ഹീറോ അടുത്തേക്ക് ചെല്ലുമ്പോൾ ഹീറോയെ കൊണ്ട് അടുത്തേക്ക് പോകാനായിട്ട് പോലും കഴിയുന്നില്ല. ഹീറോ തെറിച്ച് താഴേക്ക് വന്ന് വീഴാണ്. അപ്പോൾ നമ്മുടെ കിം ആണെങ്കിലും ശരീരത്തിൽ ഒരു കയറ് കെട്ടിയിട്ട് അത് അവിടെയുള്ള ആ ഒരു തൂണിൽ കെട്ടി ഓടി വന്ന് നമ്മുടെ ഹീറോയിനെയും അതേപോലെ തന്നെ അവളുടെ സഹോദരിയും കെട്ടിയങ്ങ് പിടിക്കും. അങ്ങനെ പിടിച്ചുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്ക് ഒരു കയറ് പെട്ടെന്നങ്ങ് പൊട്ടുമ്പോഴത്തേക്കാണ് നമ്മുടെ ഹീറോ ഓടി വന്ന ആ ഒരു കയറങ്ങ് പിടിച്ച് വലിച്ചു നിർത്താണ്. അങ്ങനെ കുറെ നേരം ഇവരെല്ലാവരും കൂടി ശ്രമിച്ച് അവസാനം ഈ ഒരു ഡീമൻ സഹോദരിയുടെ ശരീരത്തിൽ നിന്നും പൂർണ്ണമായിട്ട് വെളിയിലേക്ക് വന്നു. ഇപ്പൊ ആ ഒരു ഡീമന്റെ പൂർണ്ണ രൂപം ഇവരെല്ലാവരെയും കാണിക്കുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോയുടെ ശരീരത്തിനുള്ള ആ ഒരു പവർ ഉണ്ടല്ലോ, അത് കാരണം ഹീറോ അങ്ങനെ ഓടി വന്നിട്ട് ഇന്നാ പിടിച്ചോ എന്നും പറഞ്ഞ് മൂക്കിന് നോക്കിയൊരു ഒറ്റയിടി. അതോടെ ആ ഒരു ഡീമൻ മൂക്കിന് ഇടിയും കൊണ്ട് നേരെ നരകത്തിലേക്ക് തന്നെ പോയിട്ട് ആ ഒരു പോർട്ടല് പൂർണ്ണമായിട്ടും അവിടെ വെച്ച് ഇല്ലാണ്ടാവുകയാണ്. അങ്ങനെ ഒരു വിധത്തിൽ നമ്മുടെ ഹീറോയിന്റെ സഹോദരിയുടെ ജീവൻ രക്ഷിച്ചു. അത് കഴിഞ്ഞ് ഇപ്പൊ എല്ലാ പ്രശ്നങ്ങളും ഏകദേശം കഴിഞ്ഞു. നമ്മുടെ ഹീറോ ആണെങ്കിൽ അവൻ ആഗ്രഹിച്ചതുപോലെ തന്നെ ഈ കുട്ടികൾക്ക് വേണ്ടിയിട്ട് പുതിയൊരു ഓർഫനേജും കെട്ടി. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇവരെല്ലാവരും പോകുമ്പോഴത്തേക്കും മൂവി ഇവിടെ വെച്ച് അവസാനിച്ചത് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലുമില്ല. ഇവരെല്ലാവരും കാറും കൊണ്ടുവന്നിട്ട് വലിയൊരു ബിൽഡിങ്ങിന് മുന്നിലായിട്ട് കാറിങ്ങനെ നിർത്തുകയാണ്. അങ്ങനെ ഇവര് മൂന്നുപേരും ആ ഒരു ബിൽഡിങ്ങിനകത്തേക്കായി നോക്കുമ്പോഴത്തേക്കും ഈ ഒരു ഡീമൻസിൽ ആരാധിക്കുന്ന ആ ഒരു പ്രധാനപ്പെട്ട തലവനെടുത്തുണ്ടല്ലോ, അവനിപ്പോ വലിയൊരു ഹാളില് ഒരുപാട് പേരെ ഇരുത്തിയിട്ട് എന്തോ മീറ്റിംഗ് എല്ലാം നടത്തുകയാണ്. ഇതെന്തോന്ന് പാർട്ടി പ്രവർത്തനം വല്ലതാണോ ഇങ്ങനെയൊക്കെ പിടിച്ച് മീറ്റിംഗ് നടത്താനായിട്ട് കാണിക്കുമ്പോഴത്തേക്കും അതിനിടയിൽ ദേ ഒളിഞ്ഞിരിക്കുന്നു കുട്ടിത്താവളയെ പോലെ ഹീറോയിൻ ആ ഒരു വീട് വിറ്റ അമ്മച്ചി. കാണിക്കുമ്പോഴത്തേക്കും അതിനകത്ത് നിന്നും ഒരുപാട് പേര് ഹീറോ ഇടിക്കാനായിട്ട് വരുന്നുണ്ട്. ഒരു 100-500 പേര് എന്തായാലും ഉണ്ടാവും. അതൊന്നും വലിയ കാര്യമൊന്നുമല്ല. ഈ ഒരു പപ്പടം പൊടിക്കുന്ന കണക്ക് പൊടിച്ചിട്ടിട്ട് നമ്മുടെ ഹീറോ പോവും, അത് നമുക്കറിയാം. അതുകൊണ്ട് ഓരോന്നിനെ ഇടിച്ച് തെറിപ്പിക്കുന്നതും ഈ ഒരു മൂവി ഇപ്പോൾ ഇവിടെ അവസാനിക്കാണ്. പക്ഷെ എന്തായാലും ഇതിനൊരു സെക്കൻഡ് പാർട്ട് ഉണ്ട്. കാരണം വേറെ ഒന്നുമല്ല, ഹീറോയുടെ സുഹൃത്തായിട്ടുള്ള ടോം ഉണ്ടല്ലോ, അവൻ ഇതുവരെ ഇതിൽ കാണിച്ചിട്ടില്ല.
ഇപ്പൊ അവൻ എവിടെയോ ഒളിച്ചിരിപ്പുണ്ട്. അവനെ കൂടി പിടിച്ച് കൊല്ലണം. എന്നാൽ മാത്രമേ നമുക്ക് മൊത്തം മൂവി അവസാനിപ്പിക്കാൻ കഴിയത്തുള്ളൂ. അപ്പോൾ രണ്ടാമത്തെ പാർട്ട് ഇവര് എന്നാണോ ഇറക്കുന്നതെന്ന് അറിയത്തില്ല. എന്തായാലും ഉണ്ടെങ്കിൽ നമുക്ക് സെക്കൻഡ് പാർട്ട് ചെയ്യാം. അപ്പോൾ ഈ ഒരു മൂവിയുടെ അഭിപ്രായം എന്തായാലും നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. അടുത്തൊരു നല്ല മൂവിയായിട്ട് ഉടനെ തന്നെ വരുന്നതായിരിക്കും. അതുവരെയും ബൈ.